ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ഇടുക. കേൾക്കുന്നുണ്ടോ? സൗണ്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ. സോ ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് വിജയലക്ഷ്മി. ഗുഡ് ഈവനിങ് അഞ്ജന. ഷനഹ ഗുഡ് ഈവനിങ്. വിനുമോൾ, നന്ദകിഷോർ, ലക്ഷ്മി, സുജാത, അഖിൽ, അലീന, അലീസി, ഷീജ, അക്ഷര, രാജേഷ്, ശൈലജ, ചിത്ര, വിനയ, സുധ, സോജ, ശ്രീവിദ്യ, ആദിത്യൻ. അപ്പൊ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പൊ എങ്ങനെയുണ്ട്? ഇന്നലത്തെ വെക്കാബുലറി പഠിച്ചായിരുന്നോ? പഠിച്ചോ? പഠിച്ചോ ഇല്ലയോ? ഓക്കെ, കുറച്ചു പഠിച്ചു. അതിനെ പറ്റി കുറച്ചു പഠിച്ചേ. ഓക്കെ. അപ്പൊ ഈ 3 ദിവസത്തെ ക്ലാസ് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു ഗ്രാമറും വെക്കാബുലറി ഒക്കെ? ഡിഫിക്കൽട്ട് ആയിരുന്നോ? അതായത് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പും ഇപ്പോഴും ഉള്ള ഒരു ഫീഡ്ബാക്ക് പറയാമോ? എങ്ങനെ ഉണ്ടായിരുന്നു? ഇംപ്രൂവ് ആയോ? എളുപ്പമാണ്? ഈസി ആണെന്ന് തോന്നിയോ? ആ ഒരു ഫിയർ മാറി കിട്ടിയോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇംപ്രൂവ് ആയി. യെസ്, ഈസി ആയി. ഓക്കെ. അപ്പൊ ഇങ്ങനെ അങ്ങ് ഡൗട്ട്സ് ഗോട്ട് ക്ലിയർഡ്. ഓക്കെ. അപ്പൊ ഇങ്ങനെ തന്നെ ഫോളോ ചെയ്താൽ മതി കേട്ടോ. ഭയങ്കര ഈസിയാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്, ഒരു പേടിയും വേണ്ട. ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഗ്രാമറും വെക്കാബുലറിക്ക് ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. അത് ആ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾ സ്വയം നമ്മുടെ സെന്റൻസ് ഒക്കെ ഫ്രെയിം ചെയ്യാൻ നോക്കുക. ഓക്കെ. ഓഫ്ലൈൻ ക്ലാസ് ഇല്ല, നമ്മൾ ഓൺലൈൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം വേറെ കുറെ ഡിസ്ട്രിക്റ്റിൽ നിന്ന് നമുക്ക് സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ. അപ്പൊ എല്ലാവർക്കും കൺവീനിയന്റ് ആയിട്ട് ഓൺലൈനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം നാളെ നമ്മുടെ ലാസ്റ്റ് ഫ്രീ ക്ലാസ് ആണ്. ഇന്ന് നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ക്ലാസ്. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? 1 വീക്കേ ഉള്ളൂ ക്ലാസ്. യെസ്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇതുവരെ പഠിച്ചേക്കോ ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയില്ലേ എല്ലാം? അപ്പൊ ഡെയിലി ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഇംപ്രൂവ് ആകാൻ വേണ്ടി ന്യൂസ് പേപ്പർ വായിക്കുക കേട്ടോ. ബെറ്റർ ഹിന്ദു. ഹിന്ദു നല്ല ഓപ്ഷൻ ആണ്. ഹിന്ദു ന്യൂസ് പേപ്പർ ഡെയിലി വായിക്കാൻ നോക്കുക. നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് ഇംപ്രൂവ് ആണെങ്കിലും നിങ്ങൾ ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കാൻ ശ്രമിക്കുക കേട്ടോ. റീഡിംഗ് ഏറ്റവും നല്ല ടിപ്പാണ്. ഇംഗ്ലീഷ് ഇംപ്രൂവ് ആകാൻ ഏറ്റവും നല്ല ടിപ്പ് എന്ന് പറയുന്നത് റീഡിംഗ് ആണ്. റീഡിങ്ങും ലിസണിങ്ങും. മാക്സിമം നമ്മുടെ ഇംഗ്ലീഷ് മൂവീസ് കാണുക, അതുപോലെ ന്യൂസ് പേപ്പർ വായിക്കുക, ഇംഗ്ലീഷ് ബുക്സ് വായിക്കുക. അപ്പൊ ബുക്സിലൊക്കെ കുറെ വെക്കാബുലറി നമുക്ക് കിട്ടും. ആ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്ത് സെന്റൻസ് ഒക്കെ ഫ്രെയിം ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പൊ വായിച്ച് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ മൂവീസ്, അതുപോലെ ഇംഗ്ലീഷ് ബുക്സ്, ഇതെല്ലാം വായിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഫൈൻ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ. സോ ഇന്ന് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഗ്രീറ്റിംഗ്സ് ആണ്. അതായത് ഒരാളെ കാണുമ്പോൾ നമ്മൾ ഗ്രീറ്റ് ചെയ്യാറുണ്ടല്ലേ? അതായത് ഹായ്, ഹലോ എന്നിങ്ങനെ നമ്മൾ ഒരാളെ കാണുമ്പോൾ ഗ്രീറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഗ്രീറ്റിംഗ്സ് ആണോ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ എങ്ങനെയൊക്കെ നമ്മൾ ഒരാളെ കാണുമ്പോൾ ഗ്രീറ്റ് ചെയ്യുന്നത്? എന്തൊക്കെ പറഞ്ഞ നമ്മൾ ഗ്രീറ്റ് ചെയ്യുന്നത്? എന്തൊക്കെ പറയും നിങ്ങളെ ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോ? എന്തൊക്കെ പറയും? ഹലോ. യെസ്, ഹലോ പറയാറുണ്ട്. ഹായ് അല്ലേ?
പിന്നെ എന്ത് പറയും? ഹേയ് അല്ലെ? ഹേ പറയാറുണ്ട്. പിന്നെ എന്തൊക്കെ പറയും? ഹലോ ഹൗ ആർ യു ഡൂയിങ് അല്ലേ? ഓയ് ഒന്നും നമ്മൾ പറയത്തില്ല, അത് ഇൻഫോർമൽ ആയിട്ടാണ് പറയുന്നത്. ഫോർമൽ ആയിട്ട് നമ്മൾ എങ്ങനെ പറയാ? ഹലോ പറയാറുണ്ട്, ഹായ് പറയാറുണ്ട് അല്ലെ? ഹായ് ദേർ അല്ലെ? നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ചോദിക്കുക ഹായ് ദേ, നമ്മൾ പറയാറുണ്ട് അല്ലേ? ഓക്കെ, അപ്പം ഗ്രീറ്റിംഗ്സിൽ നമുക്ക് ആദ്യം വരുന്നത് ഹലോ. നമ്മൾ ആദ്യം ഫ്രണ്ട്സിനെ ഒക്കെ കാണുമ്പോൾ പറയുന്നതാണ് ഹലോ, ഹായ്, ഹേയ്. ഇനി ഇൻഫോർമൽ ആയിട്ട് പറയാനാണെങ്കിൽ നമ്മൾ പറയുന്നതാണ് ഹലോ ദേർ അഥവാ ഹായ് ദേർ ഒക്കെ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഗ്രീറ്റിംഗ്സിൽ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട വാക്കുകൾ. പിന്നെ നമ്മൾ എന്തൊക്കെ വേർഡ്സ് യൂസ് ചെയ്യും? പിന്നെ എന്തൊക്കെ വേർഡ്സ് ആ യൂസ് ചെയ്യുന്നത്? ഇപ്പൊ ഫോർമൽ ആയിട്ട് നമ്മൾ എന്തൊക്കെ പറയാറുണ്ട്? എന്തൊക്കെ പറയും? ഇന്നത്തെ ക്ലാസ് തുടങ്ങിയപ്പോ നിങ്ങൾ എന്റെ അടുത്ത് എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ എന്റെ അടുത്ത്? ഗുഡ് മോർണിംഗ് ആണോ ഇപ്പൊ പറഞ്ഞേ? എന്റെ അടുത്ത് എന്താ പറഞ്ഞേ? ഗുഡ് ഈവനിങ് അല്ലെ? ഗുഡ് ഈവനിങ് പറയാറുണ്ട്. ഇനി രാവിലെ ആണെങ്കിൽ നമ്മൾ ഗുഡ് മോർണിംഗ് പറയാറുണ്ട്, ഗുഡ് ആഫ്റ്റർനൂൺ പറയാറുണ്ട് അല്ലെ? അപ്പം ഈ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ഹലോ, ഹായ്, ഹലോ ദേർ, ഇതെല്ലാം നമ്മൾ ഒരു വ്യക്തിനെ ഗ്രീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ്. ഓക്കെ, ഇപ്പൊ പറയാറുണ്ട് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എപ്പോഴാ പറയുന്നത്? രാവിലെയാണ് നമ്മൾ പറയുന്നത്. 12 മണി വരെയൊക്കെയാണ് നമ്മൾ ഗുഡ് മോർണിംഗ് പറയുന്നത്. ഇനി ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറയുന്നത് 12 മണിക്ക് ശേഷം ഒരു 4 മണി വരെയൊക്കെയാണ് നമ്മൾ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നത്. 4 മണിക്ക് ശേഷം നമ്മൾ പറയുന്നതാണ് ഗുഡ് ഈവനിങ് അല്ലെ? ഗുഡ് നൈറ്റ് നമ്മൾ പറയില്ല. ഒരാളെ ഗ്രീറ്റ് ചെയ്യാൻ നമ്മൾ ഒരിക്കലും ഗുഡ് നൈറ്റ് യൂസ് ചെയ്യത്തില്ല. നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ ശുഭരാത്രി എന്ന് നമ്മൾ മലയാളത്തിൽ പറയത്തില്ലേ? സുഖനിദ്ര, ശുഭരാത്രി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഉറങ്ങാൻ പോകുമ്പോഴാണ് നമ്മൾ ഗുഡ് നൈറ്റ് യൂസ് ചെയ്യുന്നത്. ഒരിക്കലും ഒരാളെ നമ്മൾ ഗുഡ് നൈറ്റ് യൂസ് ചെയ്ത് ഗ്രീറ്റ് ചെയ്യാറില്ല. ഓക്കെ, സോ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത് രാവിലെയാണ് പറയുന്നത്. അതായത് ഒരു 12 മണി വരെയൊക്കെയാണ് നമ്മൾ ഗുഡ് മോർണിംഗ് പറയുന്നത്. 12 മണിക്ക് ശേഷം നമ്മൾ പറയുന്നതാണ് ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ ഒരു 4 മണിക്ക് ശേഷം പിന്നെ പറയുന്നതാണ് ഗുഡ് ഈവനിങ്. ഓക്കെ, ഉറങ്ങാൻ പോകുമ്പോൾ പറയുന്നതാണ് ഗുഡ് നൈറ്റ്. ഇനി നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഗുഡ് മോർണിംഗ് എന്ന് പറയേണ്ട ആവശ്യമില്ല. മോർണിംഗ് എന്ന് പറഞ്ഞാലും മതി. ആഫ്റ്റർനൂൺ, മോർണിംഗ്, ഈവനിങ്, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ എന്നും പറയേണ്ട ആവശ്യമില്ല. ഇൻഫോർമൽ ആയിട്ട് നമുക്ക് മോർണിംഗ്, ആഫ്റ്റർനൂൺ എന്നൊക്കെ പറയാം. പക്ഷേ ഒരിക്കലും ഒരു ഇപ്പൊ ഓഫീസിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ സുപ്പീരിയറിന്റെ അടുത്തൊന്നും പോയിട്ട് മോർണിംഗ്, ആഫ്റ്റർനൂൺ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഫോർമൽ ആയിട്ട് നമ്മൾ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് എന്ന് തന്നെ പറയണം. ഇപ്പൊ ഫ്രണ്ട്സിന്റെ അടുത്ത്, റിലേറ്റീവ്സിന്റെ അടുത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം കാണുമ്പോ എന്തുണ്ട്, മോർണിംഗ്, ആഫ്റ്റർനൂൺ എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഫോർമലി നമ്മൾ മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ് ഇതുപോലുള്ള വേർഡ്സ് യൂസ് ചെയ്യരുത്. ഫോർമലി നമ്മൾ പറയുമ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് തന്നെ പറയാ, ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് തന്നെ പറയാ, ഗുഡ് ഈവനിങ് എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഒരാളെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും വിഷ് ചെയ്യരുത്. ഉറങ്ങാൻ പോകുമ്പോൾ മാത്രമേ നമ്മൾ ഗുഡ് നൈറ്റ് യൂസ് ചെയ്തുള്ളൂ. ഓക്കെ അല്ലെ? അപ്പൊ ഇത്രയും ഓർത്തിരിക്കുക. ഇനി നമ്മൾ പറയാറുണ്ട് ഗുഡ് മോർണിംഗ് സർ അല്ലെ? ഗുഡ് മോർണിംഗ് സർ. സാറിന്റെ അടുത്തൊക്കെ ഗുഡ് മോർണിംഗ് സർ, ഗുഡ് മോർണിംഗ് ഗ്രാൻഡ് പാ, ഗുഡ് ആഫ്റ്റർനൂൺ ബ്രദർ അല്ലെ? ഗുഡ് ഈവനിങ് ഡിയർ നമ്മൾ പറയത്തില്ലേ? ഗുഡ് ഈവനിങ് ഡിയർ, ഹലോ മോഹൻ, ഹായ് റീറ്റ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ? ഹലോ, ഹായ്, ഹേ. അതുപോലെ ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഇതെല്ലാം നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ ഗ്രീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വാക്കുകളാണ്. ഇനി ഒരു വ്യക്തി നമ്മളോട് ചോദിക്കുകയാണ് ഹലോ ഹൗ ആർ യു ചോദിക്കുകയാണ്, നമ്മൾ എന്തായിരിക്കും റിപ്ലൈ കൊടുക്കുക? എന്ത് പറയും? ഐ എം ഫൈൻ താങ്ക്സ് അല്ലെ? നമ്മൾ പറയേണ്ടത് എന്താണ്? ഐ എം ഫൈൻ താങ്ക്സ് എന്നാണ് നമ്മൾ പറയേണ്ടത്. ഒരാള് നമ്മളോട് ഹലോ ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ ഐ എം ഫൈൻ എന്ന് മാത്രം നമ്മൾ പറയരുത്. ആ ഒരു പൊളൈറ്റ് ആയിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട്. സ്പോക്കൺ ഇംഗ്ലീഷ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടതാണ് ഈ ബിഹേവിയർ, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഒരാള് എങ്ങനെയുണ്ട്, ഹൗ ആർ യു എന്ന് നമ്മളെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ യെസ് ഐ എം ഫൈൻ താങ്ക്സ്, താങ്ക്സും കൂടി അവിടെ പറയേണ്ട ആവശ്യമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പറയാം യാ ഐ എം ഗുഡ് താങ്ക്സ്. അപ്പൊ എന്താ പറയേണ്ടത്? ഹലോ ഹൗ ആർ യു എന്ന് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാ നമ്മൾ റിപ്ലൈ കൊടുക്കേണ്ടത്? ഐ എം ഫൈൻ താങ്ക്സ് അല്ലെങ്കിൽ ഐ എം ഗുഡ് താങ്ക്സ്. അല്ലെങ്കിൽ നമുക്ക് പറയാം യാ ഐ എം പ്രിറ്റി ഗുഡ്. ഐ എം പ്രിറ്റി ഗുഡ് എന്ന് വെച്ചാൽ കുഴപ്പമില്ല, ഓക്കെ ആണ്, നന്നായിരിക്കുന്നു എന്നാണ് അർത്ഥം വരുന്നത്. ഐ എം പ്രിറ്റി ഗുഡ് എന്ന് നമുക്ക് പറയാം. ഐ എം പ്രിറ്റി ഗുഡിന്റെ അർത്ഥം എന്താണ്?
കുഴപ്പമൊന്നുമില്ല, നന്നായിരിക്കുന്നു, ഫൈൻ എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ ഒന്നുകിൽ നിങ്ങൾക്ക് ഐ എം ഫൈൻ താങ്ക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ എം ഗുഡ് താങ്ക്സ് എന്ന് പറയാം, ഐ എം പ്രിറ്റി ഗുഡ് എന്ന് പറയാം. ഇനി നമ്മൾ ചിലപ്പോ പറയാറുണ്ട്, എങ്ങനെയുണ്ട്, ഹൗ ആർ യു, കുഴപ്പമില്ല, നോട്ട് ബാഡ്, അല്ലെ, കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയാനാണെങ്കിൽ നിങ്ങൾ എന്താ പറയാ, നോട്ട് ബാഡ് എന്ന് നമ്മൾ പറയാം. നോട്ട് ബാഡ്, കുഴപ്പമൊന്നുമില്ല, എന്താ പറയേണ്ടത്, നോട്ട് ബാഡ് എന്നാണ് നമ്മൾ പറയേണ്ടത്. ഇനി തിരിച്ച് നമ്മൾ ചോദിക്കേണ്ടത് ഹൗ അബൌട്ട് യു. ഒരാള് നമ്മുടെ അടുത്ത് ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ നമ്മൾ തിരിച്ചും പറയേണ്ട ഉത്തരവാദിത്വം ഉണ്ടല്ലേ. നമ്മൾ തിരിച്ചു പറയേണ്ടത് എന്താണ്, ഹൗ അബൌട്ട് യു. മനസ്സിലായോ? അപ്പൊ ഒരാള് നമ്മുടെ അടുത്ത് ഹലോ ഹൗ ആർ യു എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ തിരിച്ച് റിപ്ലൈ കൊടുക്കേണ്ട രീതി എങ്ങനെയാണ്, യാ ഐ എം ഫൈൻ താങ്ക്സ്, അല്ലെ, ഐ എം ഫൈൻ താങ്ക്സ്, അല്ലെങ്കിൽ ഐ എം ഗുഡ് താങ്ക്സ്. ഇവിടെ ഐ അപ്പോസ്ട്രോഫി എം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ ആം എന്നാണ്. സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മൾ കൂടുതലും ഷോർട്ട് ഫോംസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഐ ആം, ഐ വിൽ, ഐ അപ്പോസ്ട്രോഫി എൽ, ഇതുപോലുള്ള ഷോർട്ട് ഫോംസ് ആയിരിക്കും സ്പോക്കൺ ഇംഗ്ലീഷിൽ കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഐ ആം ഗുഡ് താങ്ക്സ് എന്ന് പറയാം, ഐ ആം പ്രിറ്റി ഗുഡ് എന്ന് പറയാം. ഇനി നോട്ട് ബാഡ്, അവിടെ നമുക്ക് താങ്ക്സ് പറയേണ്ട ആവശ്യമില്ല, നോട്ട് ബാഡ് എന്ന് പറഞ്ഞത് ഇങ്ങനെയുണ്ട്. അതായത് ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് താങ്ക്സ് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഫോർമലി പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയണം, താങ്ക്സ് പറയണം. ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ ആണെങ്കിൽ എങ്ങനെയുണ്ട്, എങ്ങനെ ഇരിക്കുന്നു, കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പോകുന്നു, അങ്ങനെ നമുക്ക് പറയാം. പക്ഷെ ഒരു ഓഫീസിൽ ചെന്നിട്ട് നോട്ട് ബാഡ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ എപ്പോഴും ഐ എം ഫൈൻ താങ്ക്സ് എന്ന് തന്നെയാണ് പറയേണ്ടത്. അടുത്തത് തിരിച്ച് നമ്മൾ ചോദിക്കേണ്ടതാണ് ഹൗ അബൌട്ട് യു, അല്ലെ, ഹൗ അബൌട്ട് യു. ഇനി ഒരാള് നമ്മളോട് ചോദിക്കുകയാണ് ഹലോ ഹൗ ആർ യു ഡൂയിങ്. ഹലോ ഹൗ ആർ യു ഡൂയിങ്, എന്ത് പറയുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കാനാണെങ്കിൽ നമ്മൾ പറയേണ്ട ഉത്തരം ഇതാണ്, ഐ എം ഡൂയിങ് വെൽ. എന്താ പറയേണ്ടത്, ഐ എം ഡൂയിങ് വെൽ, നന്നായിരിക്കുന്നു, ഐ എം ഡൂയിങ് വെൽ. ഹലോ ഹൗ ആർ യു ഡൂയിങ്, ഐ എം ഡൂയിങ് വെൽ. ഇവിടെ ഒരിക്കലും ഐ എം ഡൂയിങ് ഗുഡ് എന്ന് നമ്മൾ പറയരുത്, തെറ്റാണ്. മനസ്സിലായോ? സംസാരിക്കുമ്പോൾ വരുന്ന മിസ്റ്റേക്സ് ആണ്. ഒരാൾ നമ്മുടെ അടുത്ത് ഹലോ ഹൗ ആർ യു ഡൂയിങ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ തിരിച്ചു പറയേണ്ട റിപ്ലൈ എന്ന് പറയുന്നത് ഐ എം ഡൂയിങ് വെൽ, യെസ് ഐ എം ഡൂയിങ് വെൽ. ഒരിക്കലും അവിടെ ഐ എം ഡൂയിങ് ഗുഡ് എന്ന് നമ്മൾ പറയാൻ പാടില്ല, അത് തെറ്റാണ്. ഓക്കെ, ഇനി അടുത്തത് വാട്സാപ്പ്. നമ്മൾ ചോദിക്കില്ലേ വാട്സാപ്പ്, അല്ലെ, ഹലോ ഹൗ ആർ യു വാട്സാപ്പ്. വാട്സാപ്പ് എന്ന് പറഞ്ഞാൽ എന്തുണ്ട്, അല്ലെ, എന്തുണ്ട് എന്നാണ് ചോദിക്കുന്നത്, എന്ത് ചെയ്യുന്നു എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അവിടെ ഒരിക്കലും ഐ ആം ഫൈൻ എന്ന് പറയില്ല. മനസ്സിലായോ? ഹൗ ആർ യു എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയേണ്ടത് ഐ ആം ഫൈൻ എന്നാണ് നമ്മൾ പറയേണ്ടത്. പക്ഷേ വാട്സാപ്പ് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഐ ആം ഫൈൻ എന്നല്ല അതിന് കൊടുക്കേണ്ട ഉത്തരം. ഇപ്പൊ പറയാൻ ഓ ഒന്നുമില്ല, എന്തുണ്ട്, ഓ ഒന്നുമില്ല, നത്തിങ് മച്ച്. നമ്മൾ പറയത്തില്ല എന്തുണ്ടടാ, ഒന്നുമില്ല, നത്തിങ് മച്ച്, അല്ലെ. അല്ലെങ്കിൽ നമുക്ക് പറയാം ഐ എം റീഡിങ് എ ബുക്ക്. എന്തുണ്ട്, ഞാൻ ബുക്ക് വായിക്കുകയാണ്, ഐ എം റീഡിങ് എ ബുക്ക്. അല്ലെങ്കിൽ നമുക്ക് പറയാം ജസ്റ്റ് ചില്ലിങ്, അല്ലെ, ചില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ. സോ വാട്സാപ്പ് ഒന്നുമില്ല, അല്ലെങ്കിൽ നമുക്ക് പറയാം ഐ എം റീഡിങ് എ ബുക്ക്, അല്ലെങ്കിൽ ഐ എം കുക്കിംഗ്, അല്ലെങ്കിൽ ജസ്റ്റ് ചില്ലിങ്. ഒരിക്കലും വാട്സാപ്പ് എന്നൊരു ചോദ്യത്തിന് ഐ ആം ഫൈൻ എന്ന് ഉത്തരം കൊടുക്കരുത്. ഒന്നാമത്തെ തെറ്റാണത്, ഐ ആം ഫൈൻ കൊടുക്കരുത്. അതുപോലെ ഹലോ ഹൗ ആർ യു ഡൂയിങ് എന്നൊരാള് ചോദിക്കുകയാണെങ്കിൽ ഐ ആം ഡൂയിങ് ഗുഡ് എന്ന് നമ്മൾ അവിടെ യൂസ് ചെയ്യാൻ പാടില്ല. അവിടെ യൂസ് ചെയ്യേണ്ടത് എന്താണ്, ഐ എം ഡൂയിങ് വെൽ എന്നാണ് യൂസ് ചെയ്യേണ്ടത്, നോട്ട് ഗുഡ്. ഓക്കെ, ഇനി കുറെ കാലമായല്ലോ കണ്ടിട്ട് ചോദിക്കാറില്ലേ, നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കാറുണ്ട് കുറെ കാലമായല്ലോ കണ്ടിട്ട്. ഇതെങ്ങനെയാ നമ്മൾ ഇംഗ്ലീഷ് പറയാ? ഇതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയേണ്ടത് ഇറ്റ്സ് ബീൻ എ വൈൽ. എന്താ പറയേണ്ടത്, ഇറ്റ്സ് ബീൻ എ വൈൽ എന്നാണ് പറയേണ്ടത്. മനസ്സിലായോ? കുറെ കാലമായല്ലോ കണ്ടിട്ട് എങ്ങനെ ഇംഗ്ലീഷ് പറയുന്നത്, ഇറ്റ്സ് ബീൻ എ വൈൽ എന്നാണ് പറയേണ്ടത്. അപ്പൊ വാട്സാപ്പ് എന്ന് ചോദിക്കുമ്പോ എന്താ പറയേണ്ടത്, ഒന്നുമില്ലെങ്കിൽ നത്തിങ് മച്ച് എന്ന് പറയാ. എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ അത് പറയാ യെസ് ഐ എം റീഡിങ് എ ബുക്ക്, അല്ലെങ്കിൽ ജസ്റ്റ് ചില്ലിങ്, ഒന്നുമില്ല ഞാൻ വെറുതെ ഇരിക്കുകയാണ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ജസ്റ്റ് ചില്ലിങ് എന്ന് പറയുന്നത്. ഇനി കുറെ കാലമായല്ലോ കണ്ടിട്ട് എന്ന് ചോദിക്കാൻ ഇംഗ്ലീഷിൽ നമ്മൾ എങ്ങനെയാ ചോദിക്കുക, ഇറ്റ്സ് ബീൻ എ വൈൽ എന്നാണ് ചോദിക്കേണ്ടത്, ഇറ്റ്സ് ബീൻ എ വൈൽ. അടുത്തത് എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം,
നമ്മുടെ ഓഫീസിലൊക്കെ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ വരുമ്പോ ചോദിക്കാറുണ്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന്, അല്ലെങ്കിൽ എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം. എങ്ങനെയാ തിരിച്ച് അതിന് ആൻസർ ചെയ്യേണ്ടത്? ഹൗ ഇസ് യുവർ ഡേ എന്നാണ് അതിന് ഇംഗ്ലീഷിൽ നമ്മൾ പറയുക. എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം, എങ്ങനെ ഇംഗ്ലീഷ് പറയാ? ഹൗ ഇസ് യുവർ ഡേ. എങ്ങനെ പറയേണ്ടത്? ഹൗ ഇസ് യുവർ ഡേ. അപ്പൊ നമുക്ക് എന്ത് റിപ്ലൈ കൊടുക്കാം? ഇറ്റ്സ് ബീൻ ഗുഡ്. അല്ലെ, നന്നായിരുന്നു. നിങ്ങളുടെയോ? ഇറ്റ്സ് ബീൻ ഗുഡ് ആൻഡ് യോർസ്. അല്ലെ, മനസ്സിലായോ? അപ്പം എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം എന്ന് ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിന് ആൻസർ ചെയ്യേണ്ടത്? ഇറ്റ്സ് ബീൻ ഗുഡ് ആൻഡ് യോർസ്. നന്നായിരുന്നു. നിങ്ങളുടെ എങ്ങനെയായിരുന്നു? ഫോർമൽ ആണെങ്കിൽ നമ്മൾ അങ്ങനെ ചോദിക്കും. ഫ്രണ്ട്സിന്റെ അടുത്താണെങ്കിലും നന്നായിരുന്നടാ, നിനക്കോ? അല്ലേ, ഇറ്റ്സ് ബീൻ ഗുഡ് ആൻഡ് യോർസ്. ഇനി എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷ് പറയാ? ഹൗ ഇസ് യുവർ ഡേ. ഇവിടെ ഹൗ ഈസ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഹൗ ഈസ് എന്ന് ഷോർട്ട് ആക്കി നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുകയാണ്. ഹൗ ഇസ് യുവർ ഡേ. അപ്പൊ സംസാരിക്കാൻ നമുക്ക് കുറച്ച് ഈസി ആയിരിക്കും ഇങ്ങനെ ഷോർട്ട് ഫോം ഉപയോഗിക്കുകയാണെങ്കിൽ. ഹൗ ഇസ് യുവർ ഡേ. മനസ്സിലായോ? ഇറ്റ്സ് ബീൻ ഗുഡ് ആൻഡ് യോർസ്. അല്ലെങ്കിൽ നമുക്ക് പറയാം, ഓ ഇന്ന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ദിവസമായിരുന്നു. എങ്ങനെ പറയും? ഇറ്റ്സ് ബീൻ എ ടഫ് ഡേ. അല്ലെ, ഒന്നെങ്കിൽ നമുക്ക് പറയാം നന്നായിരുന്നു എന്ന് പറയാം. ഓ ഇന്ന് ഭയങ്കര ബോറായിരുന്നു, അല്ലെങ്കിൽ ഇന്ന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ദിവസമായിരുന്നു. എങ്ങനെ ഇംഗ്ലീഷ് പറയാ? ഇറ്റ്സ് ബീൻ എ ടഫ് ഡേ എന്നാണ് നമ്മൾ പറയേണ്ടത്. എങ്ങനെയാ പറയുന്നത്? ഇറ്റ്സ് ബീൻ എ ടഫ് ഡേ. ഇനി നമ്മൾ പറയാറുണ്ട് നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ, കണ്ടതിൽ വളരെ സന്തോഷം. അല്ലേ, കണ്ടതിൽ വളരെ സന്തോഷം. എങ്ങനെ ഇതിനെ ഇംഗ്ലീഷിൽ നമ്മൾ പറയാ? ഗുഡ് ടു സീ യു. അല്ലെ, ഗുഡ് ടു സീ യു. എങ്ങനെയാ പറയേണ്ടത്? കണ്ടതിൽ വളരെ സന്തോഷം. എങ്ങനെയാ നമ്മൾ അത് ഇംഗ്ലീഷിൽ പറയാ? ഗുഡ് ടു സീ യു. മനസ്സിലായോ? അപ്പം എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം എന്ന് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ തിരിച്ചു റിപ്ലൈ കൊടുക്കേണ്ട രീതി എങ്ങനെയാണ്? ഇറ്റ്സ് ബീൻ ഗുഡ് ആൻഡ് യോർസ്. നല്ലതാണെങ്കിൽ ഇറ്റ്സ് ബീൻ ഗുഡ് ആൻഡ് യോർസ്. ഇല്ല ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു എന്നെങ്ങനെ പറയാ? ഇറ്റ്സ് ബീൻ എ ടഫ് ഡേ. ഇറ്റ്സ് ബീൻ എ ടഫ് ഡേ. ഇനി കണ്ടതിൽ വളരെ സന്തോഷം. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? ഗുഡ് ടു സീ യു. അല്ലെ, അല്ലെങ്കിൽ ഹാപ്പി ടു സീ യു എന്ന് പറയാം, ഗുഡ് ടു സീ യു എന്ന് പറയാം, നൈസ് ടു സീ യു എന്നും പറയാം. ഓക്കെ, കണ്ടതിൽ വളരെ സന്തോഷം. മനസ്സിലായോ? ഇനി നിങ്ങളെ കണ്ടതിൽ എനിക്കും സന്തോഷം. തിരിച്ചു പറയാണ്, നിങ്ങളെ കണ്ടതിൽ എനിക്കും സന്തോഷം. എങ്ങനെ പറയും? ഗുഡ് ടു സീ യു ടു. ഇവിടെ നമ്മൾ യൂസ് ചെയ്ത വേർഡ് കണ്ടോ? ടു ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് നിങ്ങളെ കണ്ടതിൽ എനിക്കും സന്തോഷം എന്ന അർത്ഥത്തിലാണ് ഞാൻ ഇവിടെ എന്ത് യൂസ് ചെയ്തിരിക്കുന്നത്? ടു നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളെ കണ്ടതിൽ എനിക്കും സന്തോഷം. എങ്ങനെ ഇംഗ്ലീഷ് പറയാ? ഗുഡ് ടു സീ യു ടു. ഇനി ഫോർമൽ ആയിട്ട് നമ്മൾ പറയാണ്, നിങ്ങളെ കണ്ടതിലും സംസാരിച്ചതിലും വളരെ സന്തോഷം. അതെങ്ങനെയാ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? ഇറ്റ് വാസ് ഗ്രേറ്റ് ടു സീ യു അഗെയിൻ. ഫോർമൽ ആയിട്ടാണ് പറയുന്നതെങ്കിൽ എങ്ങനെയാ പറയേണ്ടത്? ഇറ്റ് വാസ് ഗ്രേറ്റ് ടു സീ യു അഗെയിൻ. അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്താണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി, ഗുഡ് ടു സീ യു ടു എന്ന് നമുക്ക് പറഞ്ഞാൽ മതി. പക്ഷെ ഫോർമലി നമ്മൾ പറയുകയാണെങ്കിൽ ഒരിക്കലും ഗുഡ് ടു സീ യു ടു എന്ന് നമ്മൾ പറയില്ല. നമ്മൾ പറയേണ്ടത് ഇറ്റ് വാസ് ഗ്രേറ്റ് ടു സീ യു അഗെയിൻ. നിങ്ങളെ കണ്ടതിലും നിങ്ങളുടെ അടുത്ത് സംസാരിച്ചതിലും ഒക്കെ എനിക്കും വളരെ സന്തോഷമുണ്ട്. ഇതാണ് ഫോർമൽ ആയിട്ട് നമ്മൾ പറയുമ്പോഴും ഇൻഫോർമൽ ആയിട്ട് പറയുമ്പോഴും ഉള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് വാസ് ഗ്രേറ്റ് ടു സീ യു അഗെയിൻ. ഇനി കണ്ടതിൽ സന്തോഷം, പക്ഷെ എനിക്കിപ്പോൾ പോകാൻ കുറച്ച് ധൃതിയുണ്ട്. എങ്ങനെ പറയും? കണ്ടതിൽ സന്തോഷം, പക്ഷെ എനിക്ക് ഇപ്പൊ കുറച്ച് ധൃതിയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് പോകാൻ കുറച്ച് ധൃതിയുണ്ട്. എങ്ങനെ നമ്മൾ ഇംഗ്ലീഷ് പറയാ? ഇറ്റ് വാസ് ഗ്രേറ്റ് ടോക്കിംഗ് ടു യു ബട്ട് ഐ ബെറ്റർ ഗെറ്റ് ഗോയിങ്. കണ്ടോ, വേർഡ്സ് വന്നിരിക്കുന്നത് കണ്ടോ? ഫോർമൽ ആയിട്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് കേട്ടോ. ഇപ്പൊ ആരടുത്തെങ്കിലും നമ്മൾ ഫോർമൽ ആയിട്ട് സംസാരിക്കുമ്പോൾ പറയേണ്ടതാണ് കണ്ടതിൽ സന്തോഷം, പക്ഷെ എനിക്കിപ്പോൾ പോകാൻ കുറച്ച് ധൃതിയുണ്ട്. ഇംഗ്ലീഷിൽ പറയുന്നത് എങ്ങനെയാണ്? ഇറ്റ് വാസ് ഗ്രേറ്റ് ടോക്കിംഗ് ടു യു. നിങ്ങളോട് സംസാരിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്, പക്ഷെ ധൃതി ഉണ്ടെന്ന് നമ്മൾ എങ്ങനെയാ ഫോർമൽ ആയിട്ട് പറയുന്നത്? ബട്ട് ഐ ബെറ്റർ ഗെറ്റ് ഗോയിങ്. എങ്ങനെ പറയാ? ബട്ട് ഐ ബെറ്റർ ഗെറ്റ് ഗോയിങ്. കുറച്ച് ധൃതി ഉണ്ടെന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും ഫോർമൽ ആയിട്ട്? ഐ ബെറ്റർ ഗെറ്റ് ഗോയിങ് എന്നാണ് നമ്മൾ പറയേണ്ടത്. ഇറ്റ് വാസ് ഗ്രേറ്റ് ടോക്കിംഗ് ടു യു ബട്ട് ഐ ബെറ്റർ ഗെറ്റ് ഗോയിങ്. ഓക്കെ, ഇനി കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയാറുണ്ട് ഇൻഫോർമൽ ആയിട്ട് നമ്മൾ പറയും ബൈ പറയും, അല്ലെ? സി യു അഗെയിൻ, ബൈ, സി യു ലേറ്റർ,
കാച്ചുലേറ്റർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ. ഇതൊക്കെ നമ്മൾ ഇൻഫോർമൽ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഫോർമൽ ആയിട്ട് ഒരു സുപ്പീരിയറിന്റെ അടുത്തോ അല്ലെങ്കിൽ മറ്റാരടുത്തെങ്കിലും നമ്മൾ ഒരിക്കലും സി യു ലേറ്റർ, കാച്ചുലേറ്റർ ഒന്നും പറയാൻ പാടില്ല. ഫ്രണ്ട്സിന്റെ അടുത്ത്, റിലേറ്റീവ്സിന്റെ അടുത്തൊക്കെ നമുക്ക് പറയാം ബൈ അല്ലെ, സി യു ലേറ്റർ, കാച്ചുലേറ്റർ എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ ഒരു ഫോർമൽ ആയിട്ട് ഒരു സുപ്പീരിയറിന്റെ അടുത്തോ ബോസിന്റെ അടുത്തോ ഒന്നും നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? സി യു ലേറ്ററും കാച്ചുലേറ്ററും ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായോ എങ്ങനെയാ സംസാരിക്കേണ്ടതെന്ന്? ക്ലിയർ ആണോ? മനസ്സിലായോ? ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ ഇനി നമുക്കൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരാളെ നമ്മൾ പുതിയതായിട്ട് കാണുകയാണ്. അതായത് സീൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മുടെ ഓഫീസിൽ പുതിയതായിട്ട് ഒരു എംപ്ലോയി വരെയാണ്. ഓക്കെ, അപ്പൊ ലഞ്ച് ബ്രേക്കിന് നിങ്ങൾ ആ എംപ്ലോയിയുടെ അടുത്ത് സംസാരിക്കുകയാണ്. അതായത് പുതിയ ആളുടെ അടുത്ത് നിങ്ങൾ സംസാരിക്കുകയാണ്. നിങ്ങളുടെ കൊളീഗാണ് വന്നിരിക്കുന്നത്. അതായത് പുതിയതായിട്ട് ഓഫീസിൽ വർക്ക് ചെയ്യാൻ ഒരാൾ വന്നു. നിങ്ങൾ എങ്ങനെയാണ് അയാളോട് സംസാരിക്കുന്നത്? അതാണ് ജസ്റ്റ്. ഫോർമൽ ആയിട്ട് ഞാൻ പറയാം. ഇപ്പം ഇൻഫോർമൽ ആയിട്ട് നമ്മൾ ഒരിക്കലും ബൈ, സി യു ലേറ്റർ, കാച്ചുലേറ്റർ ഒന്നും പറയത്തില്ല. ഇൻഫോർമൽ ആയിട്ടാണ് നമ്മൾ ബൈയും സി യു ലേറ്ററും കാച്ചുലേറ്റർ ഒക്കെ പറയുന്നത്. ഫോർമൽ ആയിട്ട് പറയുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഇറ്റ് വാസ് ഗ്രേറ്റ് ടോക്കിംഗ് ടു യു ബട്ട് ഐ ബെറ്റർ ഗെറ്റ് ഗോയിങ് എന്ന് നമ്മൾ പറയുന്നത്. ഒരിക്കലും സി യു ലേറ്റർ നമ്മൾ പറയില്ല. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഈ സീൻ ഒന്ന് നോക്കാം. അപ്പൊ ആദ്യം പറയാണ് ഹലോ. നമ്മൾ അയാളുടെ അടുത്ത് ആദ്യം ചെന്ന് പറയുന്നത് എന്താണ്? ഹലോ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ? അപ്പൊ അയാൾ നമ്മുടെ അടുത്ത് പറയും ഹായ് അല്ലേ? പുതിയൊരു കൊളീഗാണ്, നിങ്ങളുടെ ഓഫീസിൽ വന്നിരിക്കുകയാണ്, ലഞ്ച് ബ്രേക്ക് ആണ്, നിങ്ങൾ അയാളോട് സംസാരിക്കുകയാണ്, പരിചയപ്പെടുകയാണ്. അപ്പൊ നിങ്ങൾ പറയാണ് വേർ ആർ യു ഫ്രം? നമ്മൾ ആദ്യം ചോദിക്കുന്നത് എന്താണ്? എവിടെയാ സ്ഥലം, എവിടെന്നാ വരുന്നത്? അങ്ങനെയല്ലേ ചോദിക്കുന്നത്. ആദ്യം ഹലോ ചോദിച്ചിട്ട് പുതിയതായിട്ട് ഒരു വ്യക്തി നമ്മുടെ ഓഫീസിൽ വരുമ്പോൾ നമ്മൾ പരിചയപ്പെടുകയാണ്. നമ്മൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും? ഹലോ കഴിഞ്ഞിട്ട് വേർ ആർ യു ഫ്രം അല്ലെ, നിങ്ങൾ എവിടെന്നാ വരുന്നത്? അപ്പൊ അയാൾ പറയാൻ ചാൻസ് ഉള്ളത് ഐ ആം ഫ്രം ബാംഗ്ലൂർ അല്ലെങ്കിൽ ഐ ആം ഫ്രം മുംബൈ, ഏതെങ്കിലും ഒരു സ്ഥലത്തിന്റെ പേര് അയാൾ പറയും അല്ലേ? ഐ ആം ഫ്രം ബാംഗ്ലൂർ അല്ലെങ്കിൽ ഐ ആം ഫ്രം മുംബൈ. അപ്പൊ നമ്മൾ ചോദിക്കുക എന്തായിരിക്കും? ഹാവ് യു എവർ ബീൻ ടു കേരള ബിഫോർ? ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കുക കേരളത്തിൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? അതിന് ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയാ? ഹാവ് യു എവർ ബീൻ ടു കേരള ബിഫോർ അല്ലെ? കേരളത്തിൽ ഇതിനു മുമ്പ് താങ്കൾ വന്നിട്ടുണ്ടോ? എങ്ങനെയാ ചോദിക്കുന്നത്? ഹാവ് യു എവർ ബീൻ ടു കേരള ബിഫോർ? അപ്പൊ അദ്ദേഹം പറയാ നോ ഇറ്റ്സ് മൈ ഫസ്റ്റ് ടൈം ഹിയർ. ഇല്ല, ഞാൻ ആദ്യത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത് അല്ലേ? അയാൾ എന്തായിരിക്കും പറയാ? ഇല്ല, ഞാൻ ആദ്യത്തെ പ്രാവശ്യമാണ് കേരളത്തില് വിസിറ്റ് വരുന്നത് അല്ലെങ്കിൽ വിസിറ്റ് ചെയ്യുന്നത്. അതിന് നമ്മൾ ഇംഗ്ലീഷ് പറയുന്നത് എങ്ങനെയായിരിക്കും? നോ ഇറ്റ്സ് മൈ ഫസ്റ്റ് ടൈം ഹിയർ. നോ ഇറ്റ്സ് മൈ ഫസ്റ്റ് ടൈം ഹിയർ. ഓക്കെ, അപ്പം എവിടെ നിന്നാണ് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുന്നത്? വേർ ആർ യു ഫ്രം? എങ്ങനെയാ പറയാ? വേർ ആർ യു ഫ്രം. ഇനി ആദ്യമായിട്ടാണോ ഇവിടെ എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക? ഹാവ് യു എവർ ബീൻ ഹിയർ? ചില കേരള എന്നും പറയാം. ഇവിടെ ആദ്യമായിട്ടാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഹാവ് യു എവർ ബീൻ ഹിയർ എന്ന് ചോദിക്കാം. കേരളത്തിൽ ഇത് ആദ്യമായിട്ടാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഹാവ് യു എവർ ബീൻ ടു കേരള ബിഫോർ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹം പറയാണ് നോ ഇറ്റ്സ് മൈ ഫസ്റ്റ് ടൈം ഹിയർ. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇനി എന്തൊക്കെ നമുക്ക് ചോദിക്കാം? ഡു യു ലൈക്ക് ദിസ് പ്ലേസ് അല്ലെ? ഈ സ്ഥലം ഇഷ്ടമായോ? നമ്മൾ ചോദിക്കത്തില്ലേ എങ്ങനെയുണ്ട് കേരളം, ഇഷ്ടമായോ? എങ്ങനെ പറയും? ഐ ജസ്റ്റ് ലവ് ദിസ് പ്ലേസ്, കേരള ഈസ് റിയലി ബ്യൂട്ടിഫുൾ. നമ്മൾ പറയാണ് എനിക്ക് സ്ഥലം ഭയങ്കര ഇഷ്ടമായി, കേരളം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. എങ്ങനെ ഇംഗ്ലീഷ് പറയും? ഐ ജസ്റ്റ് ലവ് ദിസ് പ്ലേസ് അല്ലെ? ഐ ജസ്റ്റ് ലവ് ദിസ് പ്ലേസ്, കേരള ഈസ് റിയലി ബ്യൂട്ടിഫുൾ. റിയലി ബ്യൂട്ടിഫുൾ. അപ്പം ഡു യു ലൈക്ക് ദിസ് പ്ലേസ്? താങ്കൾക്ക് ഈ സ്ഥലം ഇഷ്ടമായോ എന്നാണ് നമ്മൾ ഇംഗ്ലീഷ് ചോദിക്കുന്നത്. എങ്ങനെ? ഡു യു ലൈക്ക് ദിസ് പ്ലേസ്. അപ്പൊ നിങ്ങൾക്ക് ആരുടെങ്കിലും അങ്ങനെ ചോദിക്കണമെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കണം ചോദിക്കേണ്ടത്? ഡു യു ലൈക്ക് ദിസ് പ്ലേസ് എന്നാണ് ചോദിക്കേണ്ടത്. ഇനി അദ്ദേഹം പറഞ്ഞു ഐ ജസ്റ്റ് ലവ് ദിസ് പ്ലേസ്, കേരള ഈസ് റിയലി ബ്യൂട്ടിഫുൾ. ഇപ്പൊ നിങ്ങളാണ് അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് പറയുന്നതെങ്കിലും ഇങ്ങനെ തന്നെ പറയാ. യെസ്, ഇഷ്ടമായെങ്കിൽ ഐ ജസ്റ്റ് ലവ് ദിസ് പ്ലേസ്, ദിസ് പ്ലേസ് ഇസ് റിയലി ബ്യൂട്ടിഫുൾ, അല്ലെങ്കിൽ ബാംഗ്ലൂർ ഈസ് റിയലി ബ്യൂട്ടിഫുൾ, അല്ലെങ്കിൽ കേരള ഈസ് റിയലി ബ്യൂട്ടിഫുൾ. ഏതാണോ ആ സ്ഥലം അങ്ങനെ പറഞ്ഞാൽ മതി. അടുത്തത്, ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് ഹിയർ?
എന്തു പറയും? അദ്ദേഹം ചോദിക്കുകയാണ്, എത്ര വർഷമായി താങ്കൾ ഇവിടെ വർക്ക് ചെയ്യുന്നു? ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് ഹിയർ? ഇപ്പൊ നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ്, എത്ര വർഷമായി താങ്കൾ ഇവിടെ വർക്ക് ചെയ്യുന്നു? എന്തായിരിക്കും പറയാ? ഐ എം വർക്കിംഗ് ഹിയർ ഫോർ 3 years. അല്ലെ? 3 വർഷമാണെങ്കിൽ 3 വർഷം എന്ന് പറയാ, 2 വർഷമാണെങ്കിൽ 2 വർഷം എന്ന് പറയാ. ഓക്കെ, അപ്പം എത്ര വർഷമായി താങ്കൾ ഇവിടെ വർക്ക് ചെയ്യുന്നു എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് ഹിയർ? എങ്ങനെ പറയാ? ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് ഹിയർ? അപ്പൊ പറയാണ്, ഐ എം വർക്കിംഗ് ഹിയർ ഫോർ 3 years. അല്ലെങ്കിൽ എത്ര ഇയേഴ്സ് ആണെങ്കിൽ അങ്ങനെ പറയാ, ഐ എം വർക്കിംഗ് ഹിയർ ഫോർ ഇൻ എ ഇയേഴ്സ്. അടുത്തത്, പിന്നെ നമ്മൾ ചോദിക്കുക ഫാമിലിയെ കുറിച്ചൊക്കെ ആയിരിക്കും അല്ലെ? ഡിഡ് യു മൂവ് ഹിയർ വിത്ത് യുവർ ഫാമിലി? ഫാമിലി ഉണ്ടോ കൂടെ? അങ്ങനെയല്ലേ ചോദിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ചോദിച്ചു, ഹായ് ഹലോ പറഞ്ഞു, താങ്കൾ ഇവിടെ ആദ്യമാണോ എന്ന് ചോദിച്ചു, എങ്ങനെയുണ്ട് ഈ സ്ഥലം, ഇഷ്ടമായോ? അപ്പൊ പുള്ളി പറഞ്ഞു, കേരളം നല്ല ഭംഗിയുണ്ട്, എത്ര വർഷമായി ഇവിടെ വർക്ക് ചെയ്യുന്നു എന്ന് ചോദിച്ചു. പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കുന്നത് ഫാമിലിയുടെ കാര്യമായിരിക്കും അല്ലെ? എങ്ങനെയാ ചോദിക്കും? ഡിഡ് യു മൂവ് ഹിയർ വിത്ത് യുവർ ഫാമിലി? കുടുംബമുണ്ടോ അഥവാ ഫാമിലി ആയിട്ടാണോ ഇങ്ങോട്ട് വന്നേക്കുന്നത്? അപ്പൊ പുള്ളി എന്തായിരിക്കും പറയാ? നോ, മൈ ഫാമിലി ഇസ് നോട്ട് വിത്ത് മീ, അറ്റ് പ്രസന്റ് ഐ ലിവ് അലോൺ. അല്ലെ? ചിലപ്പം ചിലർ ഇവിടെ ഹോസ്റ്റൽ ആയിരിക്കും വന്ന് നിൽക്കുക അല്ലെ? അപ്പൊ എന്ത് പറയും? ഇല്ല, ഫാമിലി എന്റെ കൂടെ ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കൂടെയൊക്കെയാണ് താമസിക്കുന്നതെന്ന് നമ്മൾ പറയത്തില്ലേ? അപ്പം ഡിഡ് യു മൂവ് ഹിയർ വിത്ത് യുവർ ഫാമിലി? എങ്ങനെ പറയും? നോ, മൈ ഫാമിലി ഇസ് നോട്ട് വിത്ത് മീ. ഫാമിലി ഇല്ലെങ്കിൽ നമ്മൾ പറയേണ്ടത് നോ, മൈ ഫാമിലി ഇസ് നോട്ട് വിത്ത് മീ അറ്റ് പ്രസന്റ്. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അങ്ങനെ പറയാനാണ് നമ്മൾ എന്ത് പറയുന്നത്? അറ്റ് പ്രസന്റ് ഐ ലിവ് അലോൺ. ഇനി നമ്മൾ അടുത്തത് ചോദിക്കാം, എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത്? വേർ ഡു യു സ്റ്റേ? അല്ലെ? എവിടെയാണ് താമസിക്കുന്നത് എന്ന് ചോദിക്കാൻ ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയാ? വേർ ഡു യു സ്റ്റേ എന്നാണ് നമ്മൾ പറയേണ്ടത്. എങ്ങനെ പറയും? വേർ ഡു യു സ്റ്റേ എന്നാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ പറയാണ്, for the time being I'm staying with a friend of mine. അല്ലേ? എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? തൽക്കാലം ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കൂടെയാണ് താമസിക്കുന്നത് അല്ലെ? അതിന് പറയേണ്ട സെന്റൻസ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഐ എം സ്റ്റേയിങ് വിത്ത് എ ഫ്രണ്ട് ഓഫ് മൈൻ എന്നാണ് നമ്മൾ പറയുന്നത്. കണ്ടോ? സംസാരിക്കുമ്പോൾ ഉള്ള ആ ഒരു ഇത് ശ്രദ്ധിച്ചോ? ഫോർ ദ ടൈം ബീങ്, തൽക്കാലത്തേക്ക്, തൽക്കാലത്തേക്ക് എന്ന് പറയാനാണ് ഫോർ ദ ടൈം ബീങ് I am staying with a friend of mine. I am staying with a friend of mine എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? തൽക്കാലം എന്റെ ഫ്രണ്ടിന്റെ കൂടെയാണ് ഞാൻ താമസിക്കുന്നത് എന്നാണ് അർത്ഥം വരുന്നത്. For the time being, I'm staying with a friend of mine. പക്ഷേ, but I'm looking around for a flat. പക്ഷെ ഞാൻ ഒരു ഫ്ലാറ്റ് നോക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഡെയിലി പറയുന്നതാണല്ലേ? തൽക്കാലം ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കൂടെയാണ് താമസിക്കുന്നത്, പക്ഷെ ഞാൻ ഒരു വീട് നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഒരു ഫ്ലാറ്റ് നോക്കുന്നുണ്ട്. ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ബട്ട് ഐ എം ലുക്കിംഗ് അറൌണ്ട് ഫോർ എ ഫ്ലാറ്റ്. എങ്ങനെ പറയുന്നത്? ബട്ട് ഐ എം ലുക്കിംഗ് അറൌണ്ട് ഫോർ എ ഫ്ലാറ്റ്. അടുത്തത്, ഐ വിൽ ഹെൽപ്പ് യു ഫൈൻഡ് വൺ. ഞാൻ താങ്കളെ സഹായിക്കാം. എങ്ങനെ പറയും? ഐ വിൽ ഹെൽപ്പ് യു ഫൈൻഡ് വൺ. വീട് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഫ്ലാറ്റ് കണ്ടുപിടിക്കാൻ താങ്കളെ ഞാൻ ഹെൽപ്പ് ചെയ്തോളാം. എങ്ങനെ പറയും? ഐ വിൽ ഹെൽപ്പ് യു ഫൈൻഡ് one. അടുത്തത്, that's so kind of you. What about you? Where do you live? പിന്നെ അപ്പൊ അദ്ദേഹം പറയാ എന്തായിരിക്കും? That's so kind of you. What about you? താങ്കൾ എവിടെയാണ് താമസിക്കുന്നത്? I live nearby. ഞാൻ തൊട്ടടുത്താണ് താമസിക്കുന്നത്. തൊട്ടടുത്താണ് താമസിക്കുന്നത് എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? I live nearby. I live nearby. എന്റെ പ്രൊനൗൺസിയേഷൻ ഒക്കെ ശ്രദ്ധിക്കണം കേട്ടോ. I live nearby. Okay. So that's so kind of you. What about you? താങ്കളോ? താങ്കൾ എവിടെയാ താമസിക്കുന്നത്? ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? What about you? Where do you live? അല്ലേ? I live nearby. ഞാൻ തൊട്ടടുത്താണ് താമസിക്കുന്നത്. How long does it take you to get to work? ഇവിടുന്ന് ജോലി സ്ഥലത്തേക്ക് എത്ര സമയം എടുക്കും? സാധാരണ നമ്മൾ പറയത്തില്ലേ, നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയുന്നതാണ് അല്ലെ? ഇവിടുന്ന് ജോലി സ്ഥലത്തേക്ക് ദൂരം ഉണ്ടോ? എത്ര സമയം എടുക്കും? എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? How long does it take you to get to work? അല്ലെ? എങ്ങനെയാ ചോദിക്കുക? How long does it take you to get to work? It takes me just 10 minutes. ഓ, എനിക്ക് ഇവിടുന്ന് ഒരു 10 മിനിറ്റേ ഉള്ളൂ. ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? It take me just 10 minutes. അല്ല, ഇവിടുന്ന് എനിക്കൊരു 5 മിനിറ്റേ ഉള്ളുവെങ്കിൽ നമ്മൾ എങ്ങനെ പറയും?
It takes me just 5 minutes. മനസ്സിലായോ? How long does it take you to get to work? അർത്ഥം എന്താണ്? മലയാളത്തിൽ എന്താ പറയാ? ഇവിടുന്ന് താങ്കൾക്ക് ജോലി സ്ഥലത്തേക്ക് എത്ര ദൂരം അല്ലെങ്കിൽ എത്ര സമയം എടുക്കും? അതിനു വേണ്ടിയിട്ടാണ് how long does it take you to get to work എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ പറയാ ഇവിടുന്ന് 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് എടുക്കും എന്ന് പറയാൻ ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയുന്നത്? It takes me just 10 minutes അല്ലെങ്കിൽ it takes me just 5 minutes. ഇനി എന്തു പറയും? That's great. നല്ല കാര്യം, that's great അല്ലേ? നമ്മൾ ഫോർമലി ഒക്കെ പറയുന്നതാണ് that's great. ഇനി you'd better get back to work. ഞാൻ പറഞ്ഞു ലഞ്ച് ബ്രേക്ക് ആണ്, ഓഫീസ് ആണ്, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ പറ്റില്ല. അപ്പൊ നമുക്ക് കൺക്ലൂഡ് ചെയ്യണം അല്ലേ? അപ്പൊ നമ്മൾ എന്താ പറയാ? you'd better get back to work. ജോലിക്ക് കയറാൻ സമയമായി, തിരിച്ച് ജോലിക്ക് കയറാൻ സമയമായി. എങ്ങനെ ഇംഗ്ലീഷ് പറയാ? you'd better get back to work. Okay, you'd better get back to work. പിന്നെ പറയുന്നത് see you later എന്നായിരിക്കും. കാരണം നമ്മുടെ കൊളീഗ് ആണ്, നമുക്ക് അവിടെ see you later എന്ന് പറയേണ്ട ആവശ്യമുള്ളൂ. ഇത്രയും പരിചയപ്പെട്ടു, see you later. Okay, you'd better get back to work, see you later എന്ന് പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ സംസാരിക്കേണ്ട രീതി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആണോ ഇത്രയും പറഞ്ഞത്? മനസ്സിലായോ എങ്ങനെ പറയേണ്ടെന്നൊക്കെ? മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ സാധനം വാങ്ങാൻ പോവുകയാണ്. അടുത്ത സീനാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോവുകയാണ്, എന്റെ സാധനങ്ങളൊക്കെ തീർന്നുപോയി. ഞാൻ പറയാണ് ഞാൻ എല്ലാ ശനിയാഴ്ചയുമാണ് ഞാൻ ഗ്രോസറി ഷോപ്പിങ്ങിന് പോണെന്ന് ഞാൻ പറയാണ്. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? ഷോപ്പിംഗ് ആണ്, ഐ ഗോ ഗ്രോസറി ഷോപ്പിംഗ് ഓൺ സാറ്റർഡേസ്. ഇനി വെള്ളിയാഴ്ചയാണ് ഞങ്ങൾ സാധനം വാങ്ങാൻ പോണെങ്കിൽ എങ്ങനെ പറയാം? ഐ ഗോ ഗ്രോസറി ഷോപ്പിംഗ് ഓൺ ഫ്രൈഡേസ്. എല്ലാ ശനിയാഴ്ചയുമാണ് ഞാൻ ഗ്രോസറി അഥവാ ഗ്രോസറിക്ക് മലയാളത്തിൽ പറയുന്ന പലചരക്ക് സാധനങ്ങൾ അതെല്ലാം വാങ്ങാൻ ഞാൻ ശനിയാഴ്ചയാണ് പോകുന്നത്, അല്ലെങ്കിൽ വെള്ളിയാഴ്ച തോറുമാണ് പോകുന്നത് എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ഐ ഗോ ഗ്രോസറി ഷോപ്പിംഗ് ഓൺ സാറ്റർഡേസ് അല്ലെങ്കിൽ ഐ ഗോ ഗ്രോസറി ഷോപ്പിംഗ് ഓൺ ഫ്രൈഡേസ്. മനസ്സിലായോ? എല്ലാ ശനിയാഴ്ചയുമാണ് ഞാൻ ഗ്രോസറി വാങ്ങാൻ പോകുന്നത് എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ഐ ഗോ ഗ്രോസറി ഷോപ്പിംഗ് ഓൺ സാറ്റർഡേസ്. ഗ്രോസറി എന്ന് വെച്ച പലചരക്ക് സാധനത്തിനെയാണ് ഗ്രോസറി എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഞാൻ പറയാണ് ഞാൻ ആഴ്ചയിൽ ഒരിക്കലാണ് ഗ്രോസറി വാങ്ങുന്നത്. നമ്മൾ ഡെയിലി പറയുന്നതാണല്ലേ ഇതെല്ലാം, സാധനങ്ങൾ വാങ്ങുമ്പോഴൊക്കെ നമ്മൾ പറയുന്നതാണ് ഞാൻ ആഴ്ചയിൽ ഒരിക്കലാണ് സാധനം വാങ്ങാൻ പോകുന്നത്. എങ്ങനെ ഇംഗ്ലീഷ് പറയാം? ഐ ബൈ ഗ്രോസറീസ് വൺസ് എ വീക്ക്. കണ്ടോ? ആഴ്ചയില് ഒരിക്കലാണ് ഞാൻ ഗ്രോസറി വാങ്ങാൻ പോകുന്നത്. ഐ ബൈ ഗ്രോസറീസ് വൺസ് എ വീക്ക്. എല്ലാ ശനിയാഴ്ചയുമാണ് ഞാൻ ഗ്രോസറി വാങ്ങാൻ പോകുന്നത് എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ഐ ഗോ ഗ്രോസറി ഷോപ്പിംഗ് ഓൺ സാറ്റർഡേസ്. പക്ഷെ ആഴ്ചയിൽ ഒരിക്കലാണ് ഞാൻ ഗ്രോസറി വാങ്ങാൻ പോകുന്നത് എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ഐ ബൈ ഗ്രോസറീസ് വൺസ് എ വീക്ക്. ഓക്കെ, ഇനി നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലോട്ട് പോയി. സങ്കല്പിക്കുക നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലാണ്. അപ്പൊ നമ്മുടെ ഷോപ്പ് കീപ്പർ അല്ലെങ്കിൽ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ അസിസ്റ്റന്റ് കാണും അല്ലെ? നമ്മളോട് ആദ്യം വന്ന് ചോദിക്കുക ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു അല്ലെ? അല്ലെങ്കിൽ കടക്കാരനാണെങ്കിലും എന്താ വേണ്ടത്? ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു അല്ലെ? അപ്പൊ നമ്മൾ പറയാ ഐ നീഡ് സം മാംഗോസ് ആൻഡ് ആപ്പിൾസ്. ഇപ്പം രണ്ട് സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അതായത് ഇപ്പം മാമ്പഴവും ആപ്പിളും വേണം, അല്ലെങ്കിൽ ആപ്പിളും ഗ്രേപ്സും വേണം. രണ്ട് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ രണ്ട് വെജിറ്റബിൾസ് ഒക്കെ വേണമെങ്കിൽ നമ്മൾ അവിടെ പറയേണ്ട രീതി ഒന്ന് ശ്രദ്ധിക്കണേ. ഐ നീഡ് സം മാംഗോസ് ആൻഡ് ആപ്പിൾസ്. അതായത് ഒരു ക്വാണ്ടിറ്റീനെ ഒക്കെ കാണിക്കുമ്പോഴാണ് നമ്മൾ അവിടെ സം നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഐ നീഡ് സം മാംഗോസ് ആൻഡ് ആപ്പിൾസ്. നമ്മൾ മലയാളത്തിൽ പറയുന്നത് എനിക്ക് കുറച്ച് മാമ്പഴവും ആപ്പിളും ആണ് വേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ പറയും എനിക്ക് കുറച്ച് മാതളവും അതും കൂടി എടുത്തേ, പൈനാപ്പിളും കൂടി എടുത്തേ, അല്ലെങ്കിൽ ടൊമാറ്റോയും അതും കൂടി എടുത്തേ. രണ്ടും കൂടി എടുക്കാൻ വേണ്ടി നമ്മൾ കടയിൽ പോയിട്ട് പറയാറില്ലേ? ആ രണ്ടും വേണം എന്ന അർത്ഥത്തിൽ നമ്മൾ എങ്ങനെയാ പറയുന്നത്? ഐ നീഡ് സം മാംഗോസ് ആൻഡ് ആപ്പിൾസ്. എനിക്ക് കുറച്ച് മാമ്പഴവും ആപ്പിളുമാണ് വേണ്ടത് എന്ന് പറയാനാണ് ഐ നീഡ് സം മാംഗോസ് ആൻഡ് ആപ്പിൾസ് എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ അവിടെ കൃത്യമായിട്ട് കടക്കാരനോട് പറയാണ് എനിക്ക് 1 കിലോ ആപ്പിൾ ആണ് വേണ്ടത് എന്ന് പറയാനാണെങ്കിൽ ഞാൻ അവിടെ എങ്ങനെയാ പറയേണ്ടത്? ഐ നീഡ് എ കിലോ ഓഫ് ആപ്പിൾസ്. അല്ലെങ്കിൽ എനിക്ക് 1 കിലോ തക്കാളി വേണമെന്ന് ഞാൻ എങ്ങനെ പറയും?
ഐ നീഡ് എ കിലോ ഓഫ് ടൊമാറ്റോ അല്ലെ, എ കിലോ ഓഫ് ടൊമാറ്റോ. 1 കിലോ ടൊമാറ്റോ അല്ലെങ്കിൽ 1 കിലോ ഗ്രേപ്സ് ഒക്കെ വേണം എന്ന് പറയുകയാണെങ്കിൽ ഐ നീഡ് എ കിലോ ഓഫ് ഗ്രേപ്സ് അല്ലെങ്കിൽ ഐ നീഡ് എ കിലോ ഓഫ് ഓറഞ്ച് എങ്ങനെയാണ് പറയേണ്ടത്. പക്ഷെ എനിക്ക് രണ്ടും വേണം എന്ന് പറയാനാണെങ്കിൽ അവിടെ പറയേണ്ടത് ഐ നീഡ് സം മാംഗോസ് ആൻഡ് ആപ്പിൾസ് അല്ലെങ്കിൽ ഐ നീഡ് സം വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഐ നീഡ് സം ടൊമാറ്റോസ് ആൻഡ് കുക്കുംബർ എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ 1 കിലോ വേണമെന്ന അർത്ഥത്തിൽ നമ്മൾ എങ്ങനെയാ പറയാ, ഐ നീഡ് എ കിലോ ഓഫ് ആപ്പിൾസ്. ഇനി എഗ്, മുട്ട അല്ലെ, മുട്ടയ്ക്ക് നമ്മൾ പറയുന്നത് ഡസൻ എഗ്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറയേണ്ടത്. എങ്കിൽ മുട്ട വേണം എന്ന് നമ്മൾ എങ്ങനെയാ പറയാ, എനിക്കൊരു 10 മുട്ട 15 മുട്ട എന്ന് പറയുന്നേക്കാൾ ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത് ഐ നീഡ് എ ഡസൻ എഗ്സ് എന്നാണ് നമ്മൾ പറയേണ്ടത്. മുട്ടയ്ക്കൊക്കെ നമ്മൾ ഡസൻ എഗ്സ് എന്നാണ് പറയുന്നത്. ഐ നീഡ് എ ഡസൻ എഗ്സ് മുട്ടയുടെ കേസിൽ. ഇനി നമ്മുടെ മാവാണ് വേണ്ടത്, ഗോതമ്പ് മാവ്, അരിമാവ്, ഇതൊക്കെ നമ്മൾ ബാഗിൽ പാക്കറ്റിലായിട്ട് നമുക്ക് കിട്ടത്തില്ലേ. ഒരു പാക്കറ്റ് ഗോതമ്പ് മാവ് വേണം എന്ന് നമ്മൾ എങ്ങനെ പറയാ, ഐ നീഡ് എ ബാഗ് ഓഫ് ഫ്ലവർ. എങ്ങനെ പറയേണ്ടത്, പാക്കറ്റ് ഒക്കെ ആണെങ്കിൽ ഐ നീഡ് എ ബാഗ് ഓഫ് ഫ്ലവർ. എനിക്ക് ആ ഒരു പാക്കറ്റ് അല്ലെങ്കിൽ ഈ ഒരു ബാഗ് മാവ് വേണം, എങ്ങനെ പറയും, ഐ നീഡ് എ ബാഗ് ഓഫ് ഫ്ലവർ. പക്ഷെ ഞാൻ പറയാണ് എനിക്ക് 1 കിലോ ഗോതമ്പ് മാവ് വേണം എന്ന് ഞാൻ എങ്ങനെ പറയും, ഐ നീഡ് എ കിലോ ഓഫ് വീറ്റ് ഫ്ലവർ. 1 കിലോ എന്ന് പറയാനാണ് ഐ നീഡ് എ കിലോ ഓഫ് ഫ്ലവർ എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് പാക്കറ്റ് അല്ലെങ്കിൽ എനിക്ക് ഈ കവർ മാവ് വേണം എന്ന് ഞാൻ ഇംഗ്ലീഷിൽ എങ്ങനെ പറയും, ഐ നീഡ് എ ബാഗ് ഓഫ് ഫ്ലവർ. വ്യത്യാസം മനസ്സിലായോ? കിലോ മാവാണെങ്കിൽ ഐ നീഡ് എ കിലോ ഓഫ് ഫ്ലവർ എന്ന് പറയാ. പക്ഷെ ഈ ഒരു പാക്കറ്റ് മാവ് വേണം എന്ന് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ എങ്ങനെ പറയും, ഐ നീഡ് എ ബാഗ് ഓഫ് ഫ്ലവർ. ഓക്കെ അല്ലെ? ഇനി സൂപ്പർ മാർക്കറ്റിലൊക്കെ നമ്മൾ പോകുമ്പോ കാണാറുണ്ട് നമ്മുടെ പാക്കറ്റിലായിട്ട് പാലൊക്കെ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഗുഡ് ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് പാക്കറ്റിലായിട്ട് പാല് ഇരിക്കാറുണ്ട്. ഇതിന് നമ്മൾ പറയുന്നത് കാർട്ടൺ ഓഫ് മിൽക്ക് എന്നാണ് നമ്മൾ പറയുന്നത്. പാക്കറ്റിലൊക്കെ സൂപ്പർ മാർക്കറ്റിൽ ഇരിക്കാറില്ലേ പാലൊക്കെ, അതിന് നമ്മൾ ഇംഗ്ലീഷ് പറയുന്നത് കാർട്ടൺ ഓഫ് മിൽക്ക് എന്നാണ് നമ്മൾ പറയുന്നത്. എനിക്ക് ഈ കാർട്ടൺ ഓഫ് മിൽക്ക് വേണം, ഐ നീഡ് എ കാർട്ടൺ ഓഫ് മിൽക്ക്. അല്ലെങ്കിൽ ട്രോപ്പിക്കാനോ ജ്യൂസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു എന്താ പറയാ, ഒരു പാക്കറ്റിലായിട്ടല്ലേ കിട്ടുന്നത്, അതിന് നമ്മൾ പറയുന്നത് കാർട്ടൺ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഐ നീഡ് എ കാർട്ടൺ ഓഫ് മിൽക്ക് അല്ലെങ്കിൽ ഐ നീഡ് എ കാർട്ടൺ ഓഫ് ജ്യൂസ്. പാല്, ജ്യൂസ്, ഇതിനൊക്കെയാണ് നമ്മൾ കാർട്ടൺ അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അല്ല 1 കിലോ വേണം എന്ന് പറയുകയാണെങ്കിൽ ഐ നീഡ് എ കിലോ ഓഫ് ഫ്ലവർ എന്ന് തന്നെ പറയുക. ഐ നീഡ് 1 കിലോ ഓഫ് ഗ്രേപ്സ് എന്ന് പറയുന്നതിനേക്കാളും 1 കിലോ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ കിലോ ഓഫ് ഗ്രേപ്സ് എന്ന് പറഞ്ഞാൽ മതി. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു യും ആനും ഒന്നിനെയാണ് കാണിക്കുന്നത്. 1 കിലോ ഓഫ് ഗ്രേപ്സ് എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ സ്പോക്കൺ ഇംഗ്ലീഷിൽ ബെറ്റർ എന്ന് പറയുന്നത് ഐ നീഡ് ആ കിലോ ഓഫ് ഗ്രേപ്സ് എന്ന് പറയുന്നതാണ് കുറച്ചും കൂടി കറക്റ്റ്. ഓക്കെ, ഇനി ആ കാർട്ടൺ ഓഫ് മിൽക്ക് അഥവാ ആ കാർട്ടൺ ഓഫ് ജ്യൂസ്. ഇനി നമ്മൾ വില ചോദിക്കാറുണ്ട്, പ്രൈസ് ചോദിക്കാറുണ്ട് അല്ലെ. നമ്മളിപ്പോ കടക്കാരനോട് ചോദിക്കുകയാണ് ഈ ആപ്പിളിനൊക്കെ എന്താ വില, ചോദിക്കാറില്ലേ? ഈ ആപ്പിളിനൊക്കെ ഇപ്പൊ എന്താ വില, എങ്ങനെ ഇംഗ്ലീഷ് പറയാ, ഹൗ മച്ച് ആർ ദീസ് ആപ്പിൾസ്. എങ്ങനെയാ ചോദിക്കേണ്ടത്, ഹൗ മച്ച് ആർ ദീസ് ആപ്പിൾസ് എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്. അല്ലെങ്കിൽ ഓറഞ്ചിന് എന്താ വില, എങ്ങനെയാ ചോദിക്കുക, ഹൗ മച്ച് ആർ ദീസ് ഓറഞ്ചസ്. അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം ഈ ബുക്കിന് എന്താ വില, ഹൗ മച്ച് ഈസ് ദിസ് ബുക്ക്. മനസ്സിലായോ? ഹൗ മച്ച് ഈസ് ദിസ് ബുക്ക്. ഇവിടെ ബുക്ക് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, അത് കാരണമാണ് ഞാൻ ഇവിടെ ഈസ് യൂസ് ചെയ്തത്. പക്ഷെ ഇവിടെ ആപ്പിൾസ് പ്ലൂറൽ ആയത് കാരണമാണ് ഞാൻ ഇവിടെ ആറും ദീസ് ഒക്കെ യൂസ് ചെയ്തത്. ഹൗ മച്ച് ആർ ദീസ് ആപ്പിൾസ്, ഹൗ മച്ച് ഈസ് ദിസ് ബുക്ക്. ഇനി ഞാൻ അല്ലെങ്കിൽ നമുക്ക് പറയാം ഹൗ മച്ച് ഡസ് ദിസ് ബുക്ക് കോസ്റ്റ്. ഈ ബുക്കിന് എത്ര വിലയാകും, എങ്ങനെ ഇംഗ്ലീഷ് പറയും, ഹൗ മച്ച് ഡസ് ദിസ് ബുക്ക് കോസ്റ്റ്. ഈ ബുക്കിന് എത്ര വിലയാണ്, ഹൗ മച്ച് ഡസ് ദിസ് ബുക്ക് കോസ്റ്റ്. ഇനി നിങ്ങൾ എത്രയാ ചോദിക്കുന്നത്, സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ കടക്കാരനോട് ചോദിക്കും എത്രയാ, നിങ്ങൾ എത്രയാ ചോദിക്കുന്നത്, ഇത്രയും സാധനങ്ങൾ ഞാൻ വാങ്ങാൻ നിങ്ങൾ എത്രയാ ചോദിക്കുന്നത്, എങ്ങനെ ഇംഗ്ലീഷ് പറയും, ഹൗ മച്ച് ആർ യു ആസ്കിങ് അല്ലെ. എന്താ പറയേണ്ടത്, ഹൗ മച്ച് ആർ യു ആസ്കിങ് എന്നാണ് നമ്മൾ പറയേണ്ടത്. ഹൗ മച്ച് ആർ യു ആസ്കിങ്. മനസ്സിലായോ? അപ്പൊ ഈ ആപ്പിളിനൊക്കെ എന്താ വില അല്ലെങ്കിൽ ഈ ഓറഞ്ചിനൊക്കെ എന്താ വില, എങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കുക, ഹൗ മച്ച് ആർ ദീസ് ആപ്പിൾസ്.
പക്ഷെ ഈ ബുക്കിന് എന്താ വില എന്ന് നമ്മൾ എങ്ങനെ ചോദിക്കുക? ഹൗ മച്ച് ഈസ് ദിസ് ബുക്ക്? അവിടെ ഈസ് ദിസ് ആണ് ചോദിക്കേണ്ടത്, കാരണം ബുക്ക് സിംഗുലർ ആണ്. ഇനി അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം ഹൗ മച്ച് ഡസ് ദിസ് ബുക്ക് കോസ്റ്റ് എന്ന് ചോദിക്കാം. രണ്ട് രീതിയിൽ നമുക്ക് ചോദിക്കാം. ഒന്നെങ്കിൽ ഹൗ മച്ച് ഈസ് ദിസ് ബുക്ക് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഹൗ മച്ച് ഡസ് ദിസ് ബുക്ക് കോസ്റ്റ് എന്ന് നമുക്ക് ചോദിക്കാം. ഇനി നിങ്ങൾ എത്രയാ ചോദിക്കുന്നത്? എങ്ങനെ ഇംഗ്ലീഷ് പറയും? ഹൗ മച്ച് ആർ യു ആസ്കിങ്? എങ്ങനെ പറയാ? ഹൗ മച്ച് ആർ യു ആസ്കിങ്? ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? മനസ്സിലായോ? ഇനി അടുത്തത് നമ്മൾ പറയാറുണ്ട്, വീട്ടില് സാധനങ്ങൾ ഒന്നുമില്ല, സാധനങ്ങളൊക്കെ തീർന്നു. നമ്മൾ പറയത്തില്ലേ, പഞ്ചസാര തീർന്നു, പാല് തീർന്നു, അല്ലെങ്കിൽ അരി തീർന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഈ സാധനങ്ങൾ തീർന്നു എന്നെങ്ങനെയാ നമ്മൾ ഇംഗ്ലീഷ് പറയാ? വി ഹാവ് റൺ ഔട്ട് ഓഫ് ഷുഗർ. വി ഹാവ് റൺ ഔട്ട് ഓഫ് ഷുഗർ എന്ന് പറഞ്ഞാൽ പഞ്ചസാര തീർന്നു എന്നാണ് അർത്ഥം വരുന്നത്. ഇവിടെ റൺ ഔട്ട് എന്ന് വെച്ചാൽ ഫിനിഷ് എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ പഞ്ചസാരയൊക്കെ തീർന്നു എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയാ? വി ഹാവ് റൺ ഔട്ട് ഓഫ് ഷുഗർ. ഇനി അരിയൊക്കെ തീർന്നു, സാധനങ്ങളൊക്കെ തീർന്നു എന്നിങ്ങനെ പറയും? വി ഹാവ് റൺ ഔട്ട് ഓഫ് റൈസ്. അപ്പൊ എന്തെങ്കിലും തീർന്നു എന്ന് പറയാൻ അവിടെ യൂസ് ചെയ്യേണ്ട ഫ്രേസൽ വെർബ് ആണ് റൺ ഔട്ട് എന്ന് പറയുന്നത്. റൺ ഔട്ടിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? പാസ്റ്റ് ടെൻസ് എന്താണ്? റാൻ ഔട്ട്. റാൻ ഔട്ട് ആണ് പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പഞ്ചസാരയൊക്കെ തീർന്നു എന്ന് പറയാനാണെങ്കിൽ വി ഹാവ് റൺ ഔട്ട് ഓഫ് ഷുഗർ. ഇനി അരിയൊക്കെ തീർന്നു എന്ന് നമ്മൾ എങ്ങനെയാ പറയാ? വി ഹാവ് റൺ ഔട്ട് ഓഫ് റൈസ്. ഓക്കെ, ഇനി സാധനങ്ങൾ വാങ്ങാൻ പോണം. സാധനങ്ങളൊക്കെ തീർന്നു, എനിക്ക് സാധനങ്ങൾ വാങ്ങാൻ പോണം. എങ്ങനെ നമ്മൾ ഇംഗ്ലീഷ് പറയും? വി നീഡ് ടു ഗോ ടു ദി ഗ്രോസറി സ്റ്റോർ. അല്ലെ, സാധനങ്ങൾ വാങ്ങാൻ പോണം എന്ന് നമ്മൾ എങ്ങനെ പറയും? വി നീഡ് ടു ഗോ ടു ദി ഗ്രോസറി സ്റ്റോർ. ഇനി വി നീഡ് ടു ഗോ ടു ദ സൂപ്പർ മാർക്കറ്റ്. അല്ലെ, സൂപ്പർ മാർക്കറ്റിൽ സാധനം വാങ്ങാൻ പോണം എന്ന് നമ്മൾ എങ്ങനെ പറയും? വി നീഡ് ടു ഗോ ടു ദി സൂപ്പർ മാർക്കറ്റ്. ഇനി ഗ്രോസറി സ്റ്റോറിൽ പോവുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? വി നീഡ് ടു ഗോ ടു ദി ഗ്രോസറി സ്റ്റോർ. ഓക്കെ, ജസ്റ്റ് എ മിനിറ്റ്, ഒരു മിനിറ്റ്. ഓക്കെ, ഓഡിബിൾ ആണോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ, ആ, അപ്പൊ ഇനി സാധനങ്ങൾ വാങ്ങാൻ പോണം എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയാ? വി നീഡ് ടു ഗോ ടു ദി ഗ്രോസറി സ്റ്റോർ. അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോണം എന്ന് നമ്മൾ എങ്ങനെ പറയും? വി നീഡ് ടു ഗോ ടു ദി സൂപ്പർ മാർക്കറ്റ്. അപ്പൊ സാധനങ്ങൾ തീർന്നു എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? റൺ ഔട്ട് എന്നാണ് നമ്മൾ പറയുന്നത്. റൺ ഔട്ട് എന്ന് വെച്ചാൽ തീർന്നു എന്നാണ് അർത്ഥം വരുന്നത്. വി ഹാവ് റൺ ഔട്ട് ഓഫ് ഷുഗർ, വി ഹാവ് റൺ ഔട്ട് ഓഫ് റൈസ്. സാധനങ്ങൾ തീർന്നു എന്ന് പറയാനാണ് റൺ ഔട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ കടയിൽ പോയിട്ട് ചോദിക്കാറുണ്ട്, വേർ ക്യാൻ ഐ ഫൈൻഡ് ടൂത്ത് പേസ്റ്റ്? ടൂത്ത് പേസ്റ്റ് ഒക്കെ എവിടെയാണ് ഇരിക്കുന്നത്? എങ്ങനെ ചോദിക്കും? വേർ ക്യാൻ ഐ ഫൈൻഡ് ടൂത്ത് പേസ്റ്റ്? എവിടെ ഇരിക്കുന്നതെന്ന് എങ്ങനെ ചോദിക്കും? വേർ ക്യാൻ ഐ ഫൈൻഡ് ടൂത്ത് പേസ്റ്റ്. അപ്പൊ ഷോപ്പ് കീപ്പർ പറയാ, വിച്ച് ബ്രാൻഡ് ഡു യു പ്രിഫർ? ഏത് ബ്രാൻഡ് ആണ് വേണ്ടത്? വിച്ച് ബ്രാൻഡ് ഡു യു പ്രിഫർ? ഏത് ബ്രാൻഡ് ആയാലും മതി. എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? എനി ബ്രാൻഡ് വിൽ ഡു. ഏത് ബ്രാൻഡ് ആയാലും കുഴപ്പമില്ല, മതി എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാ? എനി ബ്രാൻഡ് വിൽ ഡു. മനസ്സിലായോ? അപ്പൊ എവിടെയാണ് ടൂത്ത് പേസ്റ്റ് ഒക്കെ ഇരിക്കുന്നത് എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക? വേർ ക്യാൻ ഐ ഫൈൻഡ് ടൂത്ത് പേസ്റ്റ്. ഇനി ഏത് ബ്രാൻഡ് ആയാലും കുഴപ്പമൊന്നുമില്ല, ഇംഗ്ലീഷിൽ എങ്ങനെ പറയാ? എനി ബ്രാൻഡ് വിൽ ഡു. ഇനി നമ്മൾ സാധനം വാങ്ങാൻ പോകുമ്പോൾ ചോദിക്കാറുണ്ട്, ഈ പച്ചക്കറിയൊക്കെ ഓർഗാനിക് ആണോ, നല്ലതാണോ, കെമിക്കൽസ് ഒന്നും പെസ്റ്റിസൈഡ്സ് ഒന്നും ഇല്ലല്ലോ? നമ്മൾ ചോദിക്കാറില്ലേ? എങ്ങനെയാ നമ്മൾ ഇംഗ്ലീഷ് ചോദിക്കുക? ആർ ദീസ് വെജിറ്റബിൾസ് ഓർഗാനിക്? മനസ്സിലായോ? ഈ പച്ചക്കറിയൊക്കെ നല്ലത് തന്നെയല്ലേ? ചോദിക്കാറില്ലേ? എങ്ങനെ ഇംഗ്ലീഷ് പറയാ? ആർ ദീസ് വെജിറ്റബിൾസ് ഓർഗാനിക്? ഓർഗാനിക് എന്ന് പറഞ്ഞാൽ വിഷമൊന്നും ഇല്ല, അല്ലേ? വോയിസിന് ബ്രേക്ക് വരുന്നുണ്ടോ? 2-3 പേര് പറയുന്നുണ്ട്, അതാണ് ചോദിക്കുന്നത്. അങ്ങനെ ബുദ്ധിമുട്ടുള്ളവര് ജസ്റ്റ് നെറ്റ്വർക്ക് ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ചിലപ്പോൾ അവിടുത്തെ പ്രശ്നമായിരിക്കും. ജസ്റ്റ് നെറ്റ്വർക്ക് ചെക്ക് ചെയ്യുക. ഓക്കെ,
അപ്പൊ എങ്ങനെയാ ചോദിക്കുന്നത്? ആർ ദീസ് വെജിറ്റബിൾസ് ഓർഗാനിക്? വേർ ഡു ദേ കം ഫ്രം? അല്ലെ, ഇത് എവിടുന്നാ വരുന്നത്? ഇത് ഓർഗാനിക് ആണോ? എങ്ങനെ പറയാം? ആർ ദീസ് വെജിറ്റബിൾസ് ഓർഗാനിക്? വേർ ഡു ദേ കം ഫ്രം? ഇനി ഈ സാധനത്തിന് ഡിസ്കൗണ്ട് ഉണ്ടോ എന്ന് നമ്മൾ കടയിൽ പോയിട്ട് ചോദിക്കാറുണ്ട്. ഓഫറിലാണോ ഈ സാധനം? ഡിസ്കൗണ്ട് ഉണ്ടോ? എങ്ങനെ ഇംഗ്ലീഷ് പറയാ? ആർ ദീസ് ഐറ്റംസ് ഓൺ സെയിൽ? ഐറ്റംസ് ഓൺ സെയിൽ എന്ന് വെച്ചാൽ ഡിസ്കൗണ്ട് എന്നാണ് അർത്ഥം വരുന്നത്. മനസ്സിലായോ? ആർ ദീസ് ഐറ്റംസ് ഓൺ സെയിൽ? ഇതിനൊക്കെ ഡിസ്കൗണ്ട് ഉണ്ടോ? ഓഫർ ഉണ്ടോ? ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയാ? ആർ ദീസ് ഐറ്റംസ് ഓൺ സെയിൽ? ഇവിടെ ഓൺ സെയിൽ എന്ന് വെച്ചാൽ ഡിസ്കൗണ്ട് എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ അവര് പറയായിരിക്കും there is a 20% ഡിസ്കൗണ്ട് ഓൺ ദീസ് ഡിറ്റർജൻസ്, അല്ലെ? ഈ ഡിറ്റർജന്റ് അല്ലെങ്കിൽ ഇതിനെല്ലാം 20% ഡിസ്കൗണ്ട് ഉണ്ട് എന്ന് പറയുമായിരിക്കും. അപ്പൊ ഇതിനൊക്കെ ഓഫർ ഉണ്ടോ, ഡിസ്കൗണ്ട് ഉണ്ടോ എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയാ? ദീസ് ഐറ്റംസ് ഓൺ സെയിൽ, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഉണ്ടോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാ പേ ചെയ്യുന്നത്? ക്യാഷ് ആണോ, കാർഡാണോ? ഷോപ്പ് കീപ്പർ നമ്മുടെ അടുത്ത് ചോദിക്കും, കാർഡാണോ ക്യാഷ് ആണോ എന്ന് നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട് അല്ലെ? ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയാ? ഹൗ ഡു യു പേ? ബൈ ക്യാഷ് ഓർ വിത്ത് കാർഡ്? എങ്ങനെയാണ് പേ ചെയ്യുന്നത്? കാർഡാണോ ക്യാഷ് ആണോ? ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയാ? ഹൗ ഡു യു പേ? ബൈ ക്യാഷ് ഓർ വിത്ത് കാർഡ്? അപ്പൊ നമ്മൾ പറയാ ക്യാഷ് ആണ്. ക്യാഷ് ആണെന്ന് നമ്മൾ എങ്ങനെ പറയും? ഐ വിൽ പേ ബൈ ക്യാഷ്. ഞാൻ ക്യാഷ് ആണ്, ഐ വിൽ പേ ബൈ ക്യാഷ്. ക്യാഷ് ആണെങ്കിൽ ബൈ ക്യാഷ് അവിടെ യൂസ് ചെയ്യാം. പക്ഷെ കാർഡ് ആണെങ്കിൽ നമ്മൾ എന്താ പറയാ? ഐ വിൽ പേ വിത്ത് കാർഡ്. ഞാൻ കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യാം എന്ന അർത്ഥത്തിലാണ് വിത്ത് കാർഡ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? കാർഡ് കൊണ്ട് പേ ചെയ്യാം, അതുകൊണ്ടാണ് വിത്ത് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാ പറയേണ്ടത്? ഐ വിൽ പേ വിത്ത് കാർഡ്. പക്ഷെ കാശാണ്, പൈസ ആയിട്ട് തരാം എന്ന് പറയാനാണെങ്കിൽ ഐ വിൽ പേ ബൈ ക്യാഷ് എന്നാണ് നമ്മൾ പറയേണ്ടത്. മനസ്സിലായോ? ഇത്രയും ക്ലിയർ ആണോ? മനസ്സിലായോ? ഇത്രയും കാര്യങ്ങള് ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ അടുത്തതിലോട്ട് പോകുന്നത് ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഇപ്പൊ വർക്കിംഗ് ക്ലാസ് ആണെങ്കിൽ അല്ലെങ്കിൽ കുട്ടികളാണെങ്കിലും ഒക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ഒരു ഇന്റർവ്യൂവിന് നമ്മൾ പോവാണ്. ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യാൻ നിങ്ങളുടെ റെസ്യൂമേ ഒക്കെ അയച്ച് കൊടുത്തു കാണും അല്ലെ ഇന്റർവ്യൂ ബോർഡിന്. അപ്പം ഇന്റർവ്യൂ ബോർഡിന്റെ കയ്യിൽ നിങ്ങളുടെ റെസ്യൂമേ ഒക്കെ കാണും. റെസ്യൂമേ എന്നാട്ടോ പ്രൊനൗൺസ് ചെയ്യുന്നത്, റെസ്യൂം എന്നല്ല നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. എങ്ങനെയാ നമ്മൾ പ്രൊനൗൺസ് ചെയ്യേണ്ടത്? റെസ്യൂമേ എന്നാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്, നോട്ട് റെസ്യൂം. അത് ഭയങ്കര മിസ്റ്റേക്ക് ആണ്. ഒരുപാട് പേര് പറയുന്നത് റെസ്യൂം റെസ്യൂം എന്നാണ് പറയുന്നത്, നോട്ട് റെസ്യൂം, റെസ്യൂമേ. അപ്പൊ ഇന്റർവ്യൂ ബോർഡിന്റെ കയ്യില് നിങ്ങളുടെ റെസ്യൂമേ കാണും. നിങ്ങളുടെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങൾ എവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം ഇന്റർവ്യൂ ബോർഡിന്റെ കയ്യിൽ കാണും. എന്നിരുന്നാൽ പോലും ഇന്റർവ്യൂ ബോർഡ് നിങ്ങളുടെ അടുത്ത് ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്നായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്നായിരിക്കും ചോദിക്കുക. അതെ, മിക്ക ഇന്റർവ്യൂസിന് നിങ്ങൾ പോവുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അവരാദ്യം ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്, അല്ലെങ്കിൽ പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുന്നത്? ഞാൻ ആദ്യത്തെ സെഷനിൽ പറഞ്ഞതാണ് എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ ചോദിക്കുന്നത്. നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം അവർക്കറിയാം, അവർക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ടും അവർ ചോദിക്കുന്നത് നിങ്ങളുടെ ലാംഗ്വേജ് ടെസ്റ്റ് ചെയ്യാനാണ്, നിങ്ങളുടെ പേഴ്സണാലിറ്റി. ഒരു ഇന്റർവ്യൂവിന് അപ്പിയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡ്രസ്സിംഗ് ആണ്. ഡ്രസ്സിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഫോർമൽ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് വേണം ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ ഇടാനായിട്ട്. അല്ലാതെ ഭയങ്കര കല്യാണത്തിന് പോകുന്ന പോലെയൊന്നും ഇന്റർവ്യൂവിന് അപ്പിയർ ചെയ്യാൻ പാടില്ല. ഇതെല്ലാം ഇന്റർവ്യൂ ബോർഡ് ചെക്ക് ചെയ്യും. അപ്പൊ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഡ്രസ്സിംഗ് ആണ്. ഡ്രസ്സിംഗ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. ചെന്നപാടെ ഇന്റർവ്യൂ ബോർഡ് ഇവിടെ ഇരിക്കുകയാണ്. ചെന്നപാടെ പോയി ചെയർ ഇട്ടിട്ട് അവിടെ പോയി ഇരിക്കരുത്. അവര് പറയും പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. അവര് പറയും പ്ലീസ് ടേക്ക് യുവർ സീറ്റ് എന്ന് പറഞ്ഞാൽ മാത്രം ചെയറിൽ ഇരിക്കുക. അല്ലാതെ ചെന്ന ഉടൻ തന്നെ ചെയർ നീക്കിയിട്ട് അവിടെ പോയി ഇരിക്കരുത്. ഓക്കെ, ഇതെല്ലാം പേഴ്സണാലിറ്റി അവര് നോക്കുന്നതാണ്. പിന്നെ അവര് പറയാ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. നിങ്ങളെ കുറിച്ച് നിങ്ങൾ പറയൂ. നിങ്ങളുടെ ലാംഗ്വേജ് ടെസ്റ്റ് ചെയ്യാൻ, ഇംഗ്ലീഷ് ടെസ്റ്റ് ചെയ്യാനാണ് ഈ ഒരു ചോദ്യം ഇന്റർവ്യൂ ബോർഡ് ചോദിക്കുന്നത്.
അപ്പൊ നിങ്ങൾ ആദ്യം പറയേണ്ടത് ഗ്രീറ്റിംഗ് ആയിരിക്കണം. ഇന്റർവ്യൂ ബോർഡിനെ കണ്ട ഉടൻ തന്നെ ഗ്രീറ്റ് ചെയ്യുക. ഗ്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഹായ് ഹലോ ഒന്നും അവിടെ പോയി യൂസ് ചെയ്യരുത്. ഈ ഹായ് ഹലോ ഒക്കെ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഹായും ഹലോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഒരു സുപ്പീരിയറിന്റെ അടുത്ത് അല്ലെങ്കിൽ ഫോർമൽ ആയിട്ടുള്ള ഒരു ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഫോർമൽ ആയിട്ട് തന്നെ ഉള്ള ഗ്രീറ്റിംഗ്സ് ആയിരിക്കണം. ഗുഡ് മോർണിംഗ് ആണെങ്കിൽ ഗുഡ് മോർണിംഗ് സർ. നമ്മൾ ആദ്യം ചെന്ന ഉടനെ പറയേണ്ടത് ഗുഡ് മോർണിംഗ് സർ, അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ സർ, അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് സർ, അല്ലെങ്കിൽ മാഡം എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഗ്രീറ്റിംഗ് ആണ്. അപ്പൊ നിങ്ങൾ ഗ്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ അവര് പറയും ഇരിക്കൂ, അല്ലെങ്കിൽ പ്ലീസ് ടേക്ക് യുവർ സീറ്റ് എന്ന് പറയും. അപ്പോൾ മാത്രം ഇരിക്കുക, അല്ലെങ്കിൽ അല്ലാതെ ചാടിക്കേറി പോയി സീറ്റിൽ ഇരിക്കരുത്. ഓക്കെ. അപ്പൊ ഗ്രീറ്റ് ചെയ്തിട്ട് നമ്മൾ അവരോട് പറയേണ്ട കാര്യമാണ് ഈ ഒരു ഓർഡർ ഓർത്തിരിക്കുക കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗ്രീറ്റ് ചെയ്തിട്ട് പറയേണ്ടത് എനിക്ക് ഈ അവസരം തന്നതിൽ നന്ദി. എന്താ പറയേണ്ടത്? എനിക്ക് അവസരം തന്നതിൽ നന്ദി. താങ്ക് യു ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. പറയേണ്ട രീതിയാണ് കേട്ടോ, ഇതെല്ലാം ശ്രദ്ധിക്കും, നോട്ടബിൾ ആണ്. എനിക്ക് അവസരം തന്നതിൽ നന്ദി. ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയാ? താങ്ക് യു ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. മനസ്സിലായോ? അപ്പൊ നമ്മൾ അവിടെ ചെന്നു, അയാളെ ഗ്രീറ്റ് ചെയ്തു, അയാൾ ഇരിക്കാൻ പറഞ്ഞു, നമ്മൾ ഇരുന്നു. നമ്മൾ പറയേണ്ടത് എന്താണ്? താങ്ക് യു ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. ഇനി അടുത്തത് മൂന്നാമത് അയാള് പറയാ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. ഓക്കെ, ഇനി നിങ്ങളെ കുറിച്ച് പറയൂ. നമ്മുടെ ഫയലൊക്കെ നോക്കിയിട്ട് പറയും ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. അപ്പൊ നമ്മൾ പറയേണ്ടത് നമ്മുടെ പേരാണ്. അവിടെ ചെന്നിട്ട് നിങ്ങൾ ഒരിക്കലും മൈസെൽഫ് എന്നും പറഞ്ഞ് തുടങ്ങരുത്. ഇപ്പൊ പറയാണ് മൈസെൽഫ് നിത്യ, മൈസെൽഫ് ലക്ഷ്മി എന്നൊന്നും പോയി അവിടെ പറയരുത്. ഈ മൈസെൽഫ് ലക്ഷ്മി, മൈസെൽഫ് പാർവതി എന്നൊന്നും നമ്മൾ പറയില്ല. മൈസെൽഫ് എന്നൊന്നും നമ്മൾ അവിടെ പോയി യൂസ് ചെയ്യരുത്. അതുപോലെ നമ്മൾ പറയരുത് ഐ എം മിസ്റ്റർ പോൾ, ഐ എം മിസ്റ്റർ പോൾ, അല്ലെങ്കിൽ ഐ എം മിസസ് ലക്ഷ്മി എന്നൊന്നും നമ്മൾ പോയി പറയരുത്. അല്ലെങ്കിൽ ഐ എം മിസ് ലക്ഷ്മി എന്നൊന്നും പോയി പറയരുത്. ഈ മിസ്റ്റർ, മിസസ്, മിസ് ഇതുപോലുള്ള വാക്കുകളൊന്നും നിങ്ങൾ അവിടെ പോയി യൂസ് ചെയ്യാൻ പാടില്ല. ശ്രദ്ധിച്ചോണേ. അതുപോലെ മൈസെൽഫ്, അതുപോലെ നമ്മൾ പറയുന്നതാണ് മൈ ഗുഡ് നെയിം ഇസ് ദിസ്. ഒരിക്കലും അവിടെ പോയിട്ട് മൈ ഗുഡ് നെയിം ഇസ് ദിസ് എന്നൊന്നും പോയി പറയരുത്. ഓക്കെ. പറയേണ്ടത് നിങ്ങളുടെ പേര് മാത്രം പറയുക. മൈ നെയിം ഇസ് റോയ് പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേര് പറയാ മൈ നെയിം ഇസ് ദിസ്, മൈ നെയിം ഇസ് ജോൺ. എന്താണോ പേര് അത് പറയാ. ചെന്ന ഉടനെ അവിടെ പോയി മൈസെൽഫ് ഒന്ന് യൂസ് ചെയ്യരുത്. മൈ ഗുഡ് നെയിം ഇസ് എന്ന് നമ്മൾ പറയരുത്. അതുപോലെ മിസ്റ്റർ, മിസ്സസ്, മിസ് എന്നൊന്നും നമ്മൾ അവിടെ യൂസ് ചെയ്യരുത്. പേര് മാത്രം പറയുക. അപ്പൊ ഗ്രീറ്റ് ചെയ്തു, പിന്നെ എന്ത് പറഞ്ഞു? താങ്ക് യു ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. എനിക്ക് അവസരം തന്നതിന് നന്ദി എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്ന് പറഞ്ഞു. നമ്മൾ ആദ്യം നമ്മുടെ പേര് പറഞ്ഞു. എന്റെ പേര് ഇതാണ് എന്ന് നമ്മൾ പറഞ്ഞു. രണ്ടാമത് പറയേണ്ട കാര്യം, പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടത് സ്ഥലം എവിടെയാണ് എന്നാണ് പറയേണ്ടത്. സ്ഥലം എവിടെയാണെന്നാണ് പറയേണ്ടത്. എങ്ങനെ പറയും? ഐ ആം ഫ്രം കോട്ടയം. ഞാൻ കോട്ടയത്തിൽ നിന്നാണെങ്കിൽ ഐ എം ഫ്രം കോട്ടയം, ഐ എം ഫ്രം ട്രിവാൻഡ്രം. നിങ്ങൾ എവിടെയാണോ, ഏത് ഡിസ്ട്രിക്റ്റ് ആണോ അങ്ങനെ പറയുക. ഐ എം ഫ്രം എറണാകുളം. സ്ഥലം എവിടെയാണെന്ന് പറയാം. ഇനി ഞാൻ കേരളത്തിൽ നിന്നാണ് എന്ന് പറയാനാണെങ്കിൽ ഐ എം ഫ്രം കേരള, ഞാൻ കേരളത്തിൽ നിന്നാണ്. അല്ലെങ്കിൽ ഞാൻ ഇന്ത്യയിൽ നിന്നാണ്. പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ഇപ്പൊ ഇന്റർവ്യൂവിന് ചോദിക്കും എവിടെ നിന്നാണ്? ഐ എം ഫ്രം ഇന്ത്യ. അപ്പൊ ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ഐ എം ഫ്രം ഇന്ത്യ. ഇപ്പൊ കേരളത്തിൽ നിന്നാണ് നിങ്ങൾ പോകുന്നെങ്കിൽ ഐ എം ഫ്രം കേരള. ഇനി ഡിസ്ട്രിക്റ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഐ എം ഫ്രം കോട്ടയം, അല്ലെങ്കിൽ നിങ്ങളുടെ ജില്ല ഏതാണോ അത് പറയുക. അപ്പൊ നെയിം പറഞ്ഞു കഴിഞ്ഞ ഉടനെ രണ്ടാമത് പറയേണ്ടത് നിങ്ങളുടെ പ്ലേസ് ആണ്. പറയേണ്ടത് നോക്കിക്കേ, ഐ ആം ഫ്രം എന്നാണ് നമ്മൾ പറയുക. എങ്ങനെയാ പറയേണ്ടത്? ഐ ആം ഫ്രം. ഇനി അടുത്തത് നമ്മൾ പറയേണ്ട ഓർഡർ എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണോ ആ ജോലിയെ കുറിച്ച് വേണം നമ്മൾ പറയാനായിട്ട്. ഫ്രഷർ ആണെങ്കിൽ പറയേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ വേറൊരു ഇന്റർവ്യൂവിന് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ കറന്റ് ജോബിന്റെ ഡീറ്റെയിൽസ് പറയുക. ഇപ്പൊ ഞാൻ പറയാണ് ഐ എം എൻ അക്കൗണ്ടന്റ് അറ്റ് ABC കമ്പനി. ഏത് കമ്പനിയാണോ ആ കമ്പനിയുടെ പേര് പറയാം. ഞാനിപ്പം വെറുതെ ABC കമ്പനി എന്ന് പറഞ്ഞേ ഉള്ളൂ. ഐ എം എൻ അക്കൗണ്ടന്റ്, അല്ലെങ്കിൽ ഐ എം എ മാർക്കറ്റിംഗ് മാനേജർ, അല്ലെങ്കിൽ ഐ എം എ സൂപ്പർവൈസർ അറ്റ് ഇന്ന കമ്പനി എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. ഐ എം എൻ അക്കൗണ്ടന്റ് അറ്റ് ABC കമ്പനി. ഇനി ഐ എം എൻ അക്കൗണ്ടന്റ് ആൻഡ് ഐ വർക്ക് ഫോർ ABC കമ്പനി എന്ന് നമുക്ക് പറയാം. രണ്ട് രീതിയിൽ നമുക്ക് ഇതിന് ഉത്തരം പറയാം. എങ്ങനെ പറയാം? ഐ എം എൻ അക്കൗണ്ടന്റ് അറ്റ് ABC കമ്പനി എന്നും പറയാം, അല്ലെങ്കിൽ നമുക്ക് പറയാം ഐ ആം എൻ അക്കൗണ്ടന്റ്
ആൻഡ് ഐ വർക്ക് ഫോർ ABC കമ്പനി. ഞാൻ ABC കമ്പനിക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. രണ്ട് രീതിയിൽ നമുക്ക് ഇതിന് ഉത്തരം നൽകാം. ഏതെങ്കിലും ഒരു വഴിയിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പൊ നിങ്ങളുടെ പേര് പറഞ്ഞു, നിങ്ങളുടെ സ്ഥലം പറഞ്ഞു, നിങ്ങളിപ്പോ കറന്റ്ലി വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ അതിന്റെ ഡീറ്റെയിൽസും പറഞ്ഞു. ഞാൻ അക്കൗണ്ടന്റ് ആണ്, ഇന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ന കമ്പനിക്ക് വേണ്ടിയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, അല്ലെ? ഐ ആം ആൻ അക്കൗണ്ടന്റ് അറ്റ് ABC കമ്പനി, അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനി, അല്ലെങ്കിൽ ഇന്ന കമ്പനിക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറയാൻ ഐ ആം ആൻ അക്കൗണ്ടന്റ് ആൻഡ് ഐ വർക്ക് ഫോർ ABC കമ്പനി. അപ്പൊ കറന്റ് ജോലി പറഞ്ഞു. പിന്നെ പറയേണ്ടത് എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസ് ആണ് പിന്നെ പറയേണ്ടത്. ഇപ്പൊ ജോലി ചെയ്യുന്ന സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് എക്സ്പീരിയൻസ്. ഐ ഹാവ് ഓവർ 3 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ അക്കൗണ്ടിങ്. പറയേണ്ടത് എന്താണ്? ഐ ഹാവ് ഓവർ 3 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ അക്കൗണ്ടിങ്, അല്ലെങ്കിൽ ഐ ഹാവ് 3 years ഓഫ് ടീച്ചിങ് എക്സ്പീരിയൻസ്. കറന്റ് ജോലി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടത് എക്സ്പീരിയൻസിനെ കുറിച്ചാണ്. എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ഇന്റർവ്യൂ ബോർഡിന്റെ അടുത്ത് പറയാ. ടെൽ മീ അബൌട്ട് യുവർ സെൽഫിൽ പറയേണ്ട ഓർഡർ ആണ് ഈ പറയുന്നത്. കറന്റ് ജോബ് കഴിഞ്ഞാൽ അടുത്തത് എക്സ്പീരിയൻസിനെ കുറിച്ചാണ് പറയേണ്ടത്. എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് പറയേണ്ടത്? ക്വാളിഫിക്കേഷൻ പറയേണ്ടത്. ക്വാളിഫിക്കേഷൻ പറയേണ്ട ഒരു രീതിയുണ്ട്. ഹയറിൽ നിന്നും വേണം ലോവറിലോട്ട് പോവാനായിട്ട്. ലോവറിൽ നിന്ന് ഒരിക്കലും ഹയറിലോട്ട് പോവരുത്. മനസ്സിലായോ? അപ്പൊ എക്സ്പീരിയൻസ് കഴിഞ്ഞു, അടുത്ത ക്വാളിഫിക്കേഷൻ ആണ്. ഞാൻ പറയാണ്, ഐ ടുക്ക് മൈ MBA ഫ്രം ദി ABC യൂണിവേഴ്സിറ്റി. അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് ഏറ്റവും ഹൈ എഡ്യൂക്കേഷൻ എങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനിൽ നിന്ന് താഴോട്ട് വരിക. ഐ ടുക്ക് മൈ MBA ഫ്രം ദി ABC യൂണിവേഴ്സിറ്റി. പിന്നെ പറയേണ്ടത് ഗ്രാജുവേഷൻ ആണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് താഴോട്ട് വരുന്നത് ഗ്രാജുവേഷൻ അല്ലേ? അപ്പം പറയേണ്ടത് ഐ എം എ ഗ്രാജുവേറ്റ് ഇൻ കൊമേഴ്സ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ അക്കൗണ്ടൻസി. അക്കൗണ്ടൻസി എന്ത് വേണമെങ്കിലും പറയാം. ഐ എം എ ഗ്രാജുവേറ്റ് ഇൻ കൊമേഴ്സ്. ഏത് സബ്ജക്റ്റിലാണ് ഗ്രാജുവേറ്റ് എന്ന് കൃത്യമായിട്ട് അവിടെ പറയുക. ഐ എം ഗ്രാജുവേറ്റ് ഇൻ കൊമേഴ്സ്. ഇനി ആ ഒരു ഫീൽഡില് നിങ്ങൾ ഏതെങ്കിലും ഒരു ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൂടി പറയുക. ഐ എം എ ഗ്രാജുവേറ്റ് ഇൻ കൊമേഴ്സ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ അക്കൗണ്ടിങ്. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് പറയാം ഐ കംപ്ലീറ്റഡ് മൈ ബാച്ചുലേഴ്സ് ഡിഗ്രി അറ്റ് ABC കോളേജ് എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. എന്തെങ്കിലും ഒരു മേഖലയിൽ സ്പെഷ്യലൈസേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പറയുക. ഇല്ല, അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും പറഞ്ഞാൽ മതി. ഐ കംപ്ലീറ്റഡ് മൈ ബാച്ചുലേഴ്സ് ഡിഗ്രി അറ്റ് ABC കോളേജ്. അപ്പൊ എക്സ്പീരിയൻസ് കഴിഞ്ഞു, ക്വാളിഫിക്കേഷൻ ആണ്. ഓർത്തിരിക്കുക, ഹയറിൽ നിന്ന് വേണം താഴോട്ട് വരാനായിട്ട്. അവിടെ പോയി സ്കൂളൊന്നും പറയേണ്ട ആവശ്യമില്ല. പോസ്റ്റ് ഗ്രാജുവേഷനും ഗ്രാജുവേഷനും പറഞ്ഞാൽ മതി. ആദ്യം പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് വേണം ഗ്രാജുവേഷനിലോട്ട് വരാനായിട്ട്. ഓക്കെ. ഇനി ഐ കംപ്ലീറ്റഡ് മൈ മാസ്റ്റേഴ്സ് ഡിഗ്രി അറ്റ് ഇന്ന കോളേജ് എന്ന് നമുക്ക് പറയാം. കോളേജിന്റെ ഡീറ്റെയിൽസ് ചോദിക്കാനാണെങ്കിൽ ഐ കംപ്ലീറ്റഡ് മൈ മാസ്റ്റേഴ്സ് ഡിഗ്രി അറ്റ് ഇന്ന കോളേജ് എന്ന് നമുക്ക് പറയാം. ഓക്കെ. ഇവിടെ ഒരിക്കലും പോയിട്ട് അബ്രിവേഷൻ യൂസ് ചെയ്യരുത്. അതായത് ഞാൻ KU എന്നാണ് ഗ്രാജുവേറ്റ് ചെയ്തത് ഒന്നും പറയരുത്. കേരള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി എന്ന് തന്നെ പറയുക, അല്ലെങ്കിൽ ഐ ഗ്രാജുവേറ്റഡ് ഫ്രം യൂണിവേഴ്സിറ്റി ഓഫ് കേരള എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി എന്ന് തന്നെ പറയാം. അവിടെ പോയിട്ട് KU അങ്ങനെ ഇങ്ങനെ അബ്രിവേഷൻ ഒന്നും തന്നെ യൂസ് ചെയ്യരുത്. അവർക്കത് മനസ്സിലാവത്തൊന്നുമില്ല. അബ്രിവേഷൻ യൂസ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഇംപ്രഷൻ പോയി കിട്ടും. അപ്പൊ അങ്ങനത്തെ വേർഡ്സ് ഒന്നും അവിടെ പോയി യൂസ് ചെയ്യരുത്. ഫുൾ ആയിട്ട് തന്നെ പറയാ ഐ ഗ്രാജുവേറ്റഡ് ഫ്രം കേരള യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, കണ്ണൂർ യൂണിവേഴ്സിറ്റി, ഇങ്ങനെ തന്നെ പറയുക. അബ്രിവേഷൻസ് ഒന്നും അവിടെ പോയിട്ട് യൂസ് ചെയ്യരുത്. ഇനി ഗ്രാജുവേഷൻ കഴിഞ്ഞ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ നമ്മൾ അടുത്തത് പറയേണ്ടത്, നമ്മൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കോഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയുക. ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കോഴ്സ്, ഇപ്പൊ ഡേറ്റ എൻട്രി ജോബ്സ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഇതുപോലുള്ള എന്തെങ്കിലും കോഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസും കൂടെ ഇവിടെ പറയുക. ഐ കംപ്ലീറ്റഡ് എ 5-month കോഴ്സ് ഇൻ ടാലി. ഞാൻ ടാലി പഠിച്ചിട്ടുണ്ട്, അതുപോലെ ഡേറ്റ എൻട്രി പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ വേറെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കോഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കൂടി പറയുക. ഐ കംപ്ലീറ്റഡ് എ 5-month കോഴ്സ് ഇൻ ടാലി. ഇനി ഫ്രഷർ ആണ്. ഓക്കെ, ഇഫ് യു ആർ എ ഫ്രഷർ ആൻഡ് കറന്റ്ലി വർക്കിംഗ്, ഇങ്ങനെ പറയും ഐ എം കറന്റ്ലി ഡൂയിങ്, അല്ലെങ്കിൽ ഐ എം കറന്റ്ലി പെർസ്യൂയിങ് മൈ BCom അറ്റ് ABC കോളേജ്. അതായത് ഇപ്പൊ നിങ്ങൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ സമയത്താണ് നിങ്ങൾ ഇന്റർവ്യൂവിന് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് വഴിയൊക്കെ പോകുന്നത്. അങ്ങനെ പറയാനാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഐ എം കറന്റ്ലി ഡൂയിങ്, അല്ലെങ്കിൽ ഐ എം കറന്റ്ലി പെർസ്യൂയിങ് മൈ BCom അറ്റ് ABC കോളേജ്. ഇത്രയും പറഞ്ഞത് വർക്കിംഗ് ക്ലാസ് ആണ്. ഫ്രഷറിന്റെ കാര്യമാണ് ഇനി പറയുന്നത്.
ഐ എം കറന്റ്ലി ഡൂയിങ് അല്ലെങ്കിൽ കറന്റ്ലി പെർസ്യൂവിങ് മൈ BCom അല്ലെങ്കിൽ BA അറ്റ് ഇന്ന കോളേജ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പം ക്വാളിഫിക്കേഷൻ കഴിഞ്ഞു, അഡീഷണൽ കോഴ്സ് ആയി, ഫ്രഷർ ആണ്, ഓൾറെഡി ഇപ്പൊ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ കോൾ വല്ലതും വരുന്നതെങ്കിൽ അവിടെ പറയാ ഞാൻ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഐ എം കറന്റ്ലി ഡൂയിങ് അല്ലെങ്കിൽ ഐ എം കറന്റ്ലി പെർസ്യൂവിങ് മൈ BCom അല്ലെങ്കിൽ ഇന്ന ഗ്രാജുവേഷൻ ഇന്ന കോളേജ് എന്ന് നിങ്ങൾ പറയുക. ഇനി if you have done any online course along with studies, along with my degree, I have done online course in Java from this university എന്ന് പറയുക. അതായത് എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഓൺലൈൻ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫ്രഷറിന്റെ കാര്യമാണ് പറയുന്നത്, വർക്കിംഗ് ക്ലാസ് അല്ല, വർക്ക് ചെയ്യുന്നവരല്ല, ഫ്രഷറിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ഓൾറെഡി ഇപ്പൊ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഓൺലൈൻ കോഴ്സും കൂടി നിങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ ഇന്റർവ്യൂ ബോർഡിന്റെ അടുത്ത് പറയുക, അലോങ് വിത്ത് മൈ ഡിഗ്രി, എന്റെ ഡിഗ്രിയുടെ കൂടെ ഐ ഹാവ് ഡൺ ഓൺലൈൻ കോഴ്സ് ഇൻ ജാവ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ഇന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾ ചെയ്തു എന്ന് പറയുക. എന്തെങ്കിലും ഓൺലൈൻ കോഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയുക, അലോങ് വിത്ത് മൈ ഡിഗ്രി ഐ ഹാവ് ഡൺ ഓൺലൈൻ കോഴ്സ് ഇന്ന ഫീൽഡ് ഇന്ന യൂണിവേഴ്സിറ്റി എന്ന് നിങ്ങൾ പറയുക. ഇനി ഇന്റേൺഷിപ്പ് ഉണ്ടെങ്കിൽ ആ കാര്യം കൂടി പറയുക. എങ്ങനെ പറയും? I have done internship at in a company അല്ലെങ്കിൽ I have interned at in a company എന്ന് നമുക്ക് പറയാം. രണ്ട് രീതിയിൽ പറയാം. എങ്ങനെ പറയും? I have done internship at ABC company അല്ലെങ്കിൽ എന്ത് കമ്പനിയാണോ ആ കമ്പനിയുടെ പേര് പറയാ, അല്ലെങ്കിൽ പറയേണ്ടത് I have interned at in a company എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പം ഫ്രഷർ ഓൾറെഡി നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഓൺലൈൻ കോഴ്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയാ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ. അത് ഇനി ഇന്റേൺഷിപ്പ് ആണ് ചെയ്യുന്നതെങ്കിൽ ഇന്റേൺഷിപ്പിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് മൈ സെൽഫില് പറയുക, സെൽഫ് ഇൻട്രൊഡക്ഷനിൽ പറയുക. ഇനി അവര് ചോദിക്കുന്ന അടുത്ത ചോദ്യം റീസൺ ഫോർ ദിസ് ജോബ്, അല്ലെങ്കിൽ നിങ്ങൾ പറയേണ്ടത് എന്തുകൊണ്ടാണ് ഈ ജോലി എന്നൊരു ചോദ്യം വരും. റീസൺ ഫോർ ദിസ് ജോബ്, വൈ യു ആർ ഹിയർ, മസ്റ്റായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത്, എന്തുകൊണ്ടാണ് ഈ ജോലി സെലക്ട് ചെയ്തത്? എന്താ പറയേണ്ടത്? I love my current job, but I feel ready for a more challenging job. അവിടെ പോയിട്ട് പറയരുത് എനിക്ക് കുറച്ചും കൂടെ ഹൈ സാലറി വേണം അല്ലെങ്കിൽ കുറെ നല്ല ഓഫർ കണ്ടു എന്നൊന്നും പോയി അവിടെ പറയരുത്, ഡിസ്ക്വാളിഫൈ ആകും. അവിടെ പോയിട്ട് പറയേണ്ടത് എനിക്ക് ഇപ്പൊ കറണ്ട് ആയിട്ട് വർക്ക് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് കുറച്ചും കൂടി എന്നെ തന്നെ ബെറ്റർ ആക്കണം അല്ലെങ്കിൽ എന്റെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഈ ജോലിക്ക് വന്നത്. അങ്ങനെ വേണം പറയാൻ. അല്ലെങ്കിൽ സാലറി കണ്ടിട്ടാണ്, ഓഫർ കണ്ടിട്ടാണ് എന്നൊന്നും പോയി അവിടെ പറയരുത്. ഐ ലവ് മൈ കറന്റ് ജോബ് ബട്ട് ഐ ഫീൽ റെഡി ഫോർ എ മോർ ചാലഞ്ചിങ് ജോബ്. അല്ലെങ്കിൽ പറയേണ്ടത് നിങ്ങളുടെ റെപ്യൂട്ടഡ് കമ്പനിയിൽ ഞാൻ ഇതുപോലെ ഒരു ജോബ് ഓപ്പണിംഗ് കണ്ടു, അപ്പം അതെന്നെ കൂടുതൽ ഹാപ്പി ആക്കി, എന്റെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ എനിക്ക് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തോന്നി, അത് കാരണമാണ് ഞാൻ ഇങ്ങോട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്നത് എന്ന് വേണം പറയാനായിട്ട്. I read about this job opening in your reputed company അല്ലെങ്കിൽ reputed institution and this position excite me. ഇതാണ് എന്റെ അടുത്ത കരിയറിലെ അടുത്ത നാഴികക്കല്ല് അല്ലേ? I think it's time to take the next step in my career. മനസ്സിലായോ? അവിടെ പോയിട്ട് സ്വയം നിങ്ങൾ ബൂസ്റ്റ് ചെയ്യാൻ പാടില്ല. റീസൺ ഫോർ ദിസ് ജോബ് വെച്ചാൽ ഓഫർ, സാലറി ഇതൊക്കെ മനസ്സിൽ വേണം ഇരിക്കാനായിട്ട്. അവിടെ പോയിട്ട് ഇതൊന്നും പോയി പറയരുത്. അവിടെ പോയിട്ട് പറയേണ്ടത് എന്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ എനിക്ക് തോന്നി, ഇത് നല്ലൊരു പ്ലാറ്റ്ഫോം ആണെന്ന് എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ ഈ ജോലിക്ക് വന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ റെപ്യൂട്ടഡ് കമ്പനിയിൽ ഞാൻ ജോബ് ഓപ്പണിംഗ് കണ്ടിട്ടാണ് ഞാൻ വന്നത്, ഇനി എന്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ഇത് നല്ലൊരു ഫീൽഡ് ആണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് വന്നത്, അങ്ങനെയൊക്കെ നിങ്ങൾ പറയുക. ഓക്കെ, അടുത്തത് ഫ്രഷർ ആണെങ്കിൽ നിങ്ങൾ പറയേണ്ട കാര്യമാണ് I have great enthusiasm for technology since my school days. അവര് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇവിടെ വന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയേണ്ട ഉത്തരം എന്ന് പറയുന്നത് കോളേജ് മുതൽക്കേ അല്ലെങ്കിൽ സ്കൂളോ കോളേജോ മുതൽക്കേ ഈ ഒരു ഫീൽഡിൽ എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്നത്. ഇവിടെ വന്നാൽ കുറച്ചും കൂടി കൂടുതൽ എക്സ്പോഷർ കിട്ടും എന്ന് ഞാൻ കരുതുന്നു എന്നൊരു അർത്ഥത്തിൽ വേണം നിങ്ങൾ പറയാനായിട്ട്. ഫ്രഷർ ആണെങ്കിൽ പറയേണ്ടത് ഓൾറെഡി ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തൊട്ടേ എനിക്ക് ഈ ഫീൽഡ് ഭയങ്കര താല്പര്യമാണ്, അവൻ താങ്കളുടെ കമ്പനിയിൽ വന്നാൽ കുറച്ചും കൂടി എന്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാം, എനിക്ക് കുറച്ചും കൂടി എക്സ്പോഷർ കിട്ടും, അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്നൊരു അർത്ഥത്തിൽ വേണം നിങ്ങൾ പറയാനായിട്ട്. എങ്ങനെ പറയും? ഐ ഹാവ് ഗ്രേറ്റ് എൻതൂസിയാസം ഫോർ ടെക്നോളജി സിൻസ് മൈ സ്കൂൾ ഡേയ്സ്. ഞാനൊരു എക്സാമ്പിൾ ആണ് പറഞ്ഞത് ടെക്നോളജി എന്ന്, വേറെ അക്കൗണ്ടിങ്ങോ എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയുക കേട്ടോ. ഡ്യൂറിങ് മൈ സ്കൂൾ ഡേയ്സ്
I had a great deal of exposure to the industry. ഓക്കെ, ഇനി കൺക്ലൂഡ് ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, സ്ഥലം പറഞ്ഞു, പേര് പറഞ്ഞു, സ്ഥലം പറഞ്ഞു, ക്വാളിഫിക്കേഷൻ പറഞ്ഞു, അതുപോലെ ഫ്രഷറിന്റെ കാര്യം പറഞ്ഞു, എവിടെയാണ് വർക്ക് ചെയ്യുന്നത് അതൊക്കെ പറഞ്ഞു. ഇനി കൺക്ലൂഷൻ വരുമ്പോൾ നമ്മൾ എങ്ങനെയാ കൺക്ലൂഡ് ചെയ്യേണ്ടത്? ഐ എം എക്സൈറ്റഡ് ടു എക്സ്പ്ലോർ മൈ പൊട്ടൻഷ്യൽ ബൈ ഗിവിംഗ് മൈ ബെസ്റ്റ് ടു ദി കമ്പനി. അവിടെ പറയേണ്ടത് നന്നായിട്ട് ഞാൻ ഒരു കാര്യം ഉറപ്പ് തരുന്നു, ഏറ്റവും ബെസ്റ്റ് തന്നെ ഞാൻ ഈ കമ്പനിക്ക് വേണ്ടി തരുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് വേണം മൈസെൽഫ് കൺക്ലൂഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ, അപ്പൊ എങ്ങനെയാ കൺക്ലൂഡ് ചെയ്യേണ്ടത്? ഒരു മിനിറ്റ്. ഓക്കെ, അപ്പം ഐ എം എക്സൈറ്റഡ് ടു എക്സ്പ്ലോർ മൈ പൊട്ടൻഷ്യൽ ബൈ ഗിവിംഗ് മൈ ബെസ്റ്റ് ടു ദി കമ്പനി. ഞാൻ എന്തായാലും നിങ്ങളുടെ കമ്പനിക്ക് ഏറ്റവും ബെസ്റ്റ് തന്നെ നൽകുന്നതായിരിക്കും എന്ന് പറഞ്ഞു വേണം കൺക്ലൂഡ് ചെയ്യാനായിട്ട്. അപ്പൊ ഇതാണ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ് പറയേണ്ട രീതി. ഈ ഓർഡർ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. നെയിം ചെന്ന ഉടനെ ഗ്രീറ്റ് ചെയ്യുക. ഗ്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് താങ്ക് യു ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയാ. പേര്, സ്ഥലം, ക്വാളിഫിക്കേഷൻ. ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ ആ ഒരു ഓർഡർ ശ്രദ്ധിക്കുക, മേളിൽ നിന്ന് വേണം താഴോട്ട് വരാനായിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ, ഇനി ഹോബീസ് ഉണ്ടെങ്കിൽ ഹോബീസ് പറയാം. പക്ഷെ ഇപ്പൊ പൊതുവെ അങ്ങനെ ഇന്റർവ്യൂവിനൊന്നും ഹോബീസ് അങ്ങനെ ചോദിക്കാറില്ല, പറയേണ്ട ആവശ്യമില്ല. ഹോബീസ്, ഫാമിലിനെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. ഹോബീസ് ഉണ്ടെങ്കിൽ ഹോബീസ് പറഞ്ഞു, തെറ്റൊന്നുമില്ല. ഐ എം കീൻ ഓൺ റീഡിങ് ആൻഡ് ഗാർഡനിങ്. എനിക്ക് റീഡിങ് ഇഷ്ടമാണ്, ഗാർഡനിങ് ഇഷ്ടമാണ്, ഞാൻ ടെന്നീസ് പ്ലെയർ ആണ്, ക്രിക്കറ്റ് പ്ലെയർ ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഐ എം എ കീൻ ടെന്നീസ് പ്ലെയർ അല്ലെങ്കിൽ ഐ എം എ കീൻ ക്രിക്കറ്റ് പ്ലെയർ എന്നൊക്കെ നമുക്ക് പറയാം. അല്ലെങ്കിൽ ഐ എം കീൻ ഓൺ റീഡിങ് ആൻഡ് ഗാർഡനിങ്. ഓക്കെ, ഹോബീസ് ഒക്കെ നിങ്ങൾക്ക് പറയാം. ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, നോക്കിക്കേ. മൈ നെയിം ഇസ് റോയ് പോൾ. ആദ്യം പേര് പറഞ്ഞു, സ്ഥലം പറഞ്ഞു, കണ്ടോ? ആൻഡ് ഐ എം ഫ്രം കോട്ടയം. ഐ എം ആൻ അക്കൗണ്ടന്റ് അറ്റ് ABC കമ്പനി. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? കറന്റ് ജോലി പറഞ്ഞു, എക്സ്പീരിയൻസ് പറഞ്ഞു. ഐ ഹാവ് 3 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ അക്കൗണ്ടിങ്. ഐ ടുക്ക് മൈ MBA ഫ്രം ദ XYZ കമ്പനി. അതായത് എവിടെ നിന്നാണ് ഗ്രാജുവേഷൻ എന്നൊക്കെ പറയുക. ഐ ലവ് മൈ കറന്റ് ജോബ്. എന്തുകൊണ്ടാണ് ഇവിടെ വന്നത് എന്നുള്ള റീസൺ ആണ് പറയുന്നത്. ബട്ട് ഐ ഫീൽ റെഡി ഫോർ എ മോർ ചാലഞ്ചിങ് റോൾ. കണ്ടോ, എനിക്ക് ഈ ജോലി ഇഷ്ടമാണ്, പക്ഷെ കുറച്ചും കൂടെ ചാലഞ്ചിങ് ആയിട്ടുള്ള ജോലിയാണ് ഞാൻ നോക്കുന്നത്. I think it's time to take the next step in my career. I read about this job opening in your reputed company and this position excites me. നിങ്ങളുടെ പത്രത്തിലോ എവിടെങ്കിലും നിങ്ങളുടെ ഓപ്പണിംഗ് ഞാൻ കണ്ടു, ഇതെനിക്ക് ഭയങ്കര ഹാപ്പി ആക്കി, അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നതെന്ന് വേണം പറയാനായിട്ട്. ഇനി ഫാമിലിയെ കുറിച്ച് പറയണമെങ്കിൽ നിങ്ങൾക്ക് ഫാമിലിയെ കുറിച്ച് പറയാൻ തെറ്റൊന്നുമില്ല. ഐ കം ഫ്രം എ ഫാമിലി ഓഫ് 4. ഇനി അടുത്തത് ഹോബി അല്ലെ. ഐ എം എ കീൻ ക്രിക്കറ്റ് പ്ലെയർ ആൻഡ് ഐ എം ഓൾസോ ഇൻട്രസ്റ്റഡ് ഇൻ റീഡിംഗ് ബുക്സ്. ഓക്കെ, ഇങ്ങനെ വേണം സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. മനസ്സിലായല്ലോ? ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്റർവ്യൂവിന് ചോദിക്കാൻ പോകുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇതും കൂടി ഒന്ന് നോക്കുക. ആദ്യത്തത് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത് അവര് ചോദിക്കുന്ന ചോദ്യമാണ് വാട്ട് ഈസ് യുവർ ഗ്രേറ്റസ്റ്റ് സ്ട്രെങ്ത്. മസ്റ്റ് ആയിട്ട് ഈ ഒരു ഓർഡർ പഠിച്ചിരിക്കുക കേട്ടോ. രണ്ടാമത് അവര് ചോദിക്കുക വാട്ട് ഈസ് യുവർ ഗ്രേറ്റസ്റ്റ് സ്ട്രെങ്ത് എന്നായിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങളുടെ ക്വാളിറ്റി എന്താണ് എന്നാണ് ചോദിക്കുന്നത്. നിങ്ങളെ കൊണ്ട് എന്തൊക്കെ പറ്റും, നിങ്ങളുടെ ക്വാളിറ്റി എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾ ഒരു ജോലിക്ക്, ഏതൊരു ജോലിക്ക് പോകുന്നതിന് മുമ്പും ആ കമ്പനിയെ കുറിച്ച് നന്നായിട്ട് റിസർച്ച് ചെയ്യുക. മനസ്സിലായോ? ഗൂഗിൾ വഴിയോ എങ്ങനെയാണെങ്കിലും ആ കമ്പനിയെ കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്ത് പഠിച്ചിട്ട് വേണം നിങ്ങൾ അങ്ങോട്ട് പോവാനായിട്ട്. എന്നിട്ട് വാട്ട് ഈസ് യുവർ ഗ്രേറ്റസ്റ്റ് സ്ട്രെങ്ത് എന്ന് ചോദിക്കുമ്പോൾ ആ ഓർഗനൈസേഷനെ കുറിച്ച് റിസർച്ച് ചെയ്തിട്ട് കറക്റ്റ് ക്ലിയർ ആൻസർ വേണം നിങ്ങൾക്ക് കൊടുക്കാനായിട്ട്. ഇനി വാട്ട് ഈസ് യുവർ ഗ്രേറ്റസ്റ്റ് സ്ട്രെങ്ത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം ക്രിയേറ്റിവിറ്റി. എനിക്ക് നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഡെഡിക്കേറ്റഡ് ആണ്, എനിക്ക് നല്ല ലീഡർഷിപ്പ് സ്കിൽസ് ഉണ്ട്, ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, ഏത് സമയം വേണമെങ്കിലും എനിക്ക് വർക്ക് ചെയ്യാം, എനിക്ക് നല്ല ടൈം മാനേജ്മെന്റ് ഉണ്ട്, ഞാൻ പെട്ടെന്ന് എല്ലാ കാര്യവും പഠിക്കും, ബീങ് എ ഫാസ്റ്റ് ലേണർ. ഇതിൽ ഏത് വേണമെങ്കിലും പറയാം. വാട്ട് ഈസ് യുവർ ഗ്രേറ്റസ്റ്റ് സ്ട്രെങ്ത് വെച്ചാൽ ഇതിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. ഇപ്പൊ പറയാണ് ഐ എം ആൻ ഔട്ട് ഗോയിങ് പേഴ്സൺ, ഐ കണക്ട് വിത്ത് പീപ്പിൾ ഈസിലി. ഞാൻ പെട്ടെന്ന് എല്ലാവരുമായിട്ട് കണക്ട് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഫാസ്റ്റ് ലേണർ ആണ്,
ഞാൻ എല്ലാ കാര്യവും വേഗം എളുപ്പത്തിൽ പഠിക്കും. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് പറയുന്നതായിരിക്കും ബെറ്റർ. ഒന്നെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി പറയുക, അല്ലെങ്കിൽ നല്ല ലീഡർഷിപ്പ് സ്കിൽ ഉണ്ടെങ്കിൽ അത് പറയുക, ടൈം മാനേജ്മെന്റിനെ കുറിച്ച് പറയുക. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അവർ ചോദിക്കുന്നത് വാട്ട് ഈസ് യുവർ ഗ്രേറ്റസ്റ്റ് സ്ട്രെങ്ത് എന്നായിരിക്കും. മൂന്നാമത് അവർ ചോദിക്കുന്നത് വാട്ട് ഈസ് യുവർ ഗ്രേറ്റസ്റ്റ് വീക്ക്നെസ് എന്നാണ് ചോദിക്കുന്നത്. എന്താണ് നിങ്ങളുടെ ഏറ്റവും വീക്ക്നെസ് ആയിട്ടുള്ള കാര്യം എന്നായിരിക്കും ചോദിക്കുന്നത്. അവിടെ സത്യസന്ധമായിട്ട് ആൻസർ ചെയ്യുക എന്നും പറഞ്ഞിട്ട് ഒരുപാട് പോയി നെഗറ്റീവ്സ് അവിടെ പോയി പറയരുത്. അതായത് ഞാൻ എന്താ പറയാ, എനിക്ക് ഈ ജോലി ഇൻട്രസ്റ്റ് ഇല്ല, ഞാൻ പൊതുവെ ഭയങ്കര മടിയുള്ള ക്യാരക്ടറാണ് എന്നൊന്നും പോയി അവിടെ പറയരുത്. മടിയുള്ള ക്യാരക്ടർ ആണെങ്കിൽ ഇന്റർവ്യൂ ബോർഡ് അതനുസരിച്ചായിരിക്കും ജഡ്ജ് ചെയ്യുന്നത്. മടി ഉണ്ടെങ്കിൽ മനസ്സിൽ അത് വെക്കുക, അവിടെ പോയിട്ട് അതൊന്നും പോയി പറയരുത്. എന്ന് വെച്ച് കൂടുതൽ സീക്രട്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ പാടില്ല. കുറച്ച് ഓണസ്റ്റ് ആയിരിക്കണം. ഓവറായിട്ട് പോയി നെഗറ്റീവ് അവിടെ പോയി പറഞ്ഞ് ചളവാക്കി കളയരുത്. അപ്പൊ വാട്ട് ഈസ് യുവർ ഗ്രേറ്റസ്റ്റ് വീക്ക്നെസ് ചോദിക്കും. അപ്പൊ ഒന്നെങ്കിൽ നിങ്ങൾക്ക് പറയാം സെൽഫ് ക്രിറ്റിസിസം, അല്ലെങ്കിൽ ഇൻഎബിലിറ്റി ടു സേ നോ ടു അതേഴ്സ്, മറ്റുള്ളവരുടെ അടുത്ത് നോ പറയാനുള്ള ബുദ്ധിമുട്ട് വേണമെങ്കിൽ പറയാം. മറ്റുള്ളവരുടെ അടുത്ത് നോ പറയാൻ ബുദ്ധിമുട്ട്. പ്രൊക്രാസ്റ്റിനേഷൻ, അതായത് കാര്യങ്ങൾ മാറ്റി മാറ്റി വെക്കുന്നത്, മടി. പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് വേണമെങ്കിൽ പറയും, പക്ഷെ മടിയും ലേസി അങ്ങനെ പറയാതിരിക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. ഇനി നോട്ട് ഗ്രേറ്റ് അറ്റ് പബ്ലിക് സ്പീക്കിംഗ്, അത് വേണമെങ്കിൽ പറയാം. എനിക്ക് പബ്ലിക്കിനോട് സംസാരിക്കാൻ അത്ര ഫെമിലിയർ അല്ല എന്ന് നമുക്ക് പറയാം. പിന്നെ നമുക്ക് പറയാം പെർഫെക്ഷനിസം, അത് നല്ലൊരു ഓപ്ഷൻ ആണ്. അതായത് എല്ലാ കാര്യങ്ങളും ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കണം എന്നാണ് എനിക്ക്, അതൊരു നെഗറ്റീവ് ആയിട്ടായിരിക്കണം നിങ്ങൾ പറയേണ്ടത്. പെർഫെക്ഷനിസം, എല്ലാ കാര്യങ്ങളും ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കണം എന്നാണ് എനിക്ക് എന്നൊരു അർത്ഥത്തിൽ നിങ്ങൾക്ക് പറയാം. അപ്പം വാട്ട് ഈസ് യുവർ ഗ്രേറ്റസ്റ്റ് വീക്ക്നെസ് ചോദിക്കാം. അപ്പം വേണമെങ്കിൽ സെൽഫ് ക്രിറ്റിസിസം ആയിട്ട് നിങ്ങൾക്ക് പറയാം, ഞാൻ എന്നെ തന്നെ വിലയിരുത്താറുണ്ട്, ഞാൻ ചെയ്തതൊക്കെ എന്നെ തന്നെ വിലയിരുത്താറുണ്ട്, അതെനിക്ക് നെഗറ്റീവായിട്ട് തോന്നാറുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് എനിക്ക് നോ പറയാൻ ഭയങ്കര മടിയാണ്. പ്രൊക്രാസ്റ്റിനേഷൻ, എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നത്തേക്ക് മാറ്റി വെക്കാറുണ്ട്. പബ്ലിക്കിനോട് ഞാൻ അത്ര നന്നായിട്ട് സംസാരിക്കാൻ എനിക്ക് അത്ര ഫെമിലിയർ അല്ല. എല്ലാ കാര്യങ്ങളും എനിക്ക് പെർഫെക്റ്റ് ആയിരിക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് പറയാം എന്നും പറഞ്ഞ് ഓവറായിട്ട് പോയി നെഗറ്റീവ്നെസ് പറയരുത്. പിന്നെ ചോദിക്കുന്നത് വാട്ട് ഡു യു നോ അബൌട്ട് അവർ കമ്പനി. മസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഞങ്ങളുടെ കമ്പനിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം അറിയാം. അപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ജോലിക്ക് പോകുന്ന കമ്പനിയെ കുറിച്ച് നന്നായിട്ട് റിസർച്ച് ചെയ്തിട്ട് വേണം പോവാനായിട്ട്, പഠിച്ച് റിസർച്ച് ചെയ്തിട്ട് വേണം പോവാനായിട്ട്. അത് വേണം നിങ്ങൾ ഇവിടെ പറയാനായിട്ട്. അതായത് പറയണം, നിങ്ങൾ ഈ മാർക്കറ്റിംഗ് ഫീൽഡിൽ അല്ലെങ്കിൽ ഇന്ന ഫീൽഡിൽ നിങ്ങൾ നല്ലതാണെന്ന് എനിക്ക് അറിയാം, നിങ്ങൾക്ക് കുറെ ഫ്യൂച്ചർ പ്ലാൻസ് ഉണ്ടെന്നും എനിക്കറിയാം. ആ ഒരു രീതിയിൽ വേണം നിങ്ങളുടെ ആൻസർ പറയാനായിട്ട്. ഒരിക്കലും അവിടെ പോയി കള്ളത്തരം പറയരുത്. അതായത് ഇന്ന ഫീൽഡാണ്, ചിലപ്പോൾ മാർക്കറ്റിംഗ് ആയിരിക്കില്ല, അവര് വേറെ ഫീൽഡിലായിരിക്കും ഫീൽഡില്. നിങ്ങൾ അവിടെ പോയിട്ട് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ വേറെ വല്ലതും പറയുകയാണെങ്കിൽ അവരപ്പം തന്നെ പുറത്തു പോകാൻ പറയും. അപ്പം നന്നായിട്ട് ആ കമ്പനിയെ കുറിച്ച് റിസർച്ച് ചെയ്തിട്ട് വേണം കാര്യങ്ങൾ പറയാനായിട്ട്. വാട്ട് ഡു യു നോ അബൌട്ട് കമ്പനിയെ കുറിച്ച് എന്തൊക്കെ അറിയാം എന്ന് ചോദിക്കും. അപ്പൊ ആ ഒരു പോകുന്നതിന് മുമ്പ് തന്നെ കമ്പനിയെ കുറിച്ച് നന്നായിട്ട് റിസർച്ച് ചെയ്തിട്ട് വേണം ഇതിനു വേണ്ടിയിട്ട് ഒരു ആൻസർ പറയാനായിട്ട്. പിന്നെ ചോദിക്കുക വൈ ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് ജോബ്, എന്തുകൊണ്ടാണ് ഈ ജോലിയിൽ ഇത്ര താല്പര്യം, വൈ ആർ യു ഇൻട്രസ്റ്റഡ്. അപ്പം പറയേണ്ടത്, ഇവിടെ ഒരു ടിപ്പ് ഉണ്ട്, മെൻഷൻ സംതിങ് സ്പെസിഫിക് യു ലൈക്ക് അബൌട്ട് ദി ജോബ്. അതായത് ഈ ജോലിയിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ഇഷ്ടമുണ്ടെങ്കിൽ അത് പറയുക. അതായത് എനിക്ക് അക്കൗണ്ടിങ് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ നിങ്ങളുടെ കമ്പനിയിൽ വരികയാണെങ്കിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് തരാൻ സാധിക്കും. ഈ ഒരു അർത്ഥത്തിൽ വേണം അവിടെ പറയാനായിട്ട്. അല്ലെങ്കിൽ എന്റെ സ്കിൽസ് കുറച്ചും കൂടി എനിക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും. ഇങ്ങനെ വേണം നിങ്ങൾ സംസാരിക്കാനായിട്ട്. സോ വൈ ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് ജോബ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് എന്താണ്, എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ നല്ല പെർട്ടിക്കുലർലി സ്കിൽഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം സ്പെസിഫിക് ചെയ്ത് വേണം നിങ്ങൾ പറയാനായിട്ട്. ഇനി വൈ ഡു യു വോണ്ട് ടു വർക്ക് വിത്ത് us, അടുത്ത ചോദ്യമാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യാൻ ഇത്ര താല്പര്യം. അവിടെ പോയിട്ട് ഒരിക്കലും സാലറിയെ കുറിച്ചോ ഓഫറിനെ കുറിച്ചോ ഒന്നും സംസാരിക്കാൻ പാടില്ല. അവിടെ പോയിട്ട് നിങ്ങളുടെ ഓഫർ കണ്ടു അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ സാലറി പാക്കേജ് കണ്ടിട്ടാണ് വന്നത് എന്നൊന്നും പറയാൻ പാടില്ല. കമ്പനിയെ കുറിച്ച് അറിഞ്ഞിട്ടാണ് വന്നത്, ഈ കമ്പനി വർക്ക് ചെയ്ത എനിക്ക് കുറച്ചും കൂടി നല്ലതായിരിക്കും, എന്റെ പേഴ്സണാലിറ്റി ഒക്കെ ഡെവലപ്പ് ചെയ്യും, എന്റെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യും, അങ്ങനെയൊക്കെ വേണം പറയാനായിട്ട്. അവിടെ പോയിട്ട് സാലറി കണ്ടിട്ടാണ് വന്നത്, ഓഫർ കണ്ടിട്ടാണ് വന്നത് എന്നൊന്നും പോയി പറയരുത്. ഓക്കെ. പിന്നെ ചോദിക്കുന്നത് വൈ ഷുഡ് ബി ഹയർ യു, എന്തുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ ഹയർ ചെയ്യണം എന്നായിരിക്കും ചോദിക്കുന്നത്.
അപ്പോഴും നിങ്ങൾ പറയേണ്ട ഉത്തരം ഇത് തന്നെയാണ്. ജോബ് ഡിസ്ക്രിപ്ഷൻ ഒക്കെ നന്നായിട്ട് വായിച്ചിട്ട് നിങ്ങൾ പറയണം ഞാൻ ഈ ഒരു ഫീൽഡിൽ ഭയങ്കര കോൺഫിഡന്റ് ആണ്. അതായത് നിങ്ങൾ ഭയങ്കര കോൺഫിഡന്റ് ആണെന്ന് ഇന്റർവ്യൂ ബോർഡിനെ നിങ്ങൾ വരുത്തി തീർക്കണം. ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആണ്, നിങ്ങൾ എന്നെ അപ്പോയിന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്റെ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് തരിക എന്ന രീതിയിൽ നിങ്ങൾ അവിടെ ആൻസർ കൊടുക്കുക. പിന്നെ അവര് ചോദിക്കുന്നത് സ്ട്രെസ് ഒക്കെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യോ എന്നായിരിക്കും ചോദിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ഒരിക്കലും അവിടെ പോയിട്ട് അയ്യോ എനിക്ക് പറ്റില്ല, എനിക്ക് സ്ട്രെസ് ഒന്നും പറ്റില്ല, എനിക്ക് ഫാമിലി ഉണ്ട്, എനിക്ക് നേരത്തെ പോകണം, എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഒന്നും എടുക്കാൻ പറ്റില്ല, അങ്ങനത്തെ സെന്റൻസോ വേർഡ്സ് അതൊന്നും അവിടെ പോയിട്ട് പറയാൻ പാടില്ല. ഹൗ ഗുഡ് ആർ യു അറ്റ് ഹാൻഡ്ലിങ് സ്ട്രെസ് എന്ന് വെച്ചാൽ പറയേണ്ടത് ഓക്കെ ഞാൻ വർക്ക് ചെയ്തോളാം, ഞാൻ സ്ട്രെസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ ഗുഡ് ആണ് എന്ന് വേണം പറയാനായിട്ട്. അല്ലാതെ എനിക്കൊന്നും പറ്റത്തില്ല, എനിക്ക് ശീലമൊന്നുമില്ല, എനിക്ക് ഫാമിലി ഉണ്ട്, എനിക്ക് നേരത്തെ പോകണം, ഇങ്ങനത്തെ ഒന്നും അവിടെ പോയിട്ട് പറയാൻ പാടില്ല. ഓക്കെ. ഇനി വൈ ഡിഡ് യു ലീവ് യുവർ ലാസ്റ്റ് ജോബ്? വെരി ഇമ്പോർട്ടന്റ് ആണ്. അവര് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ പഴയ ജോലി വിട്ട് ഇവിടെ അറ്റൻഡ് ചെയ്യാൻ വന്നത്? അവിടെ പോയിട്ട് ഒരിക്കലും പറയരുത് എന്നെ സൂപ്പർവൈസർ വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ചെയ്ത് ഞാൻ ഉറങ്ങിപ്പോയി അതിനെ എനിക്ക് സൂപ്പർവൈസർ വഴക്ക് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടത്. അങ്ങനെയൊന്നും പോയി പറയരുത്. നിങ്ങളെ തന്നെ നെഗറ്റീവ്നെസ് ഉണ്ടാക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ സാലറി തരാത്തോണ്ടാണ് ഞാൻ അവിടെ നിന്ന് മാറിയത് അങ്ങനെ ഒന്നും തന്നെ നിങ്ങൾ അവിടെ പോയി പറയാൻ പാടില്ല. ഇമോഷൻസ് എന്നെ വഴക്ക് പറഞ്ഞു അല്ലെങ്കിൽ എനിക്ക് ഇത് തന്നില്ല, നിങ്ങൾ അവിടെ ഇമോഷൻ കാണിക്കാനും പാടില്ല. നിങ്ങളെ കൂടുതൽ നെഗറ്റീവ് ചിത്രീകരിക്കാനും പാടില്ല. പറയേണ്ടത് എന്താണ്, ഞാൻ 5 വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്തു, ഇനി എനിക്ക് അടുത്ത ഒരു സ്ഥലത്ത് പോകണം എന്ന് തോന്നി, അതായിരിക്കും എന്റെ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ അതെനിക്ക് കുറച്ചും കൂടി നല്ലതായിരിക്കും എന്ന് തോന്നും. ആ ഒരു രീതിയിൽ വേണം പറയാനായിട്ട്. അല്ലാതെ അവിടെ പോയിട്ട് നെഗറ്റീവ്നെസ്സോ ഓവർ ഇമോഷൻസോ ഒന്നും കാണിക്കാൻ പാടില്ല. പിന്നെ ലാസ്റ്റ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ഫോർ മീ ഓർ അസ്? ഞങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അവിടെ പോയിട്ട് ഒരിക്കലും പറയരുത് ഒന്നും ചോദിക്കാനില്ല, ഒന്നുമില്ല, അങ്ങനെ പറയരുത്. പറയണം നെവർ സേ നോ. എന്തെങ്കിലും ചോദിക്കുക. ഞങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ചോദിക്കാൻ എന്ന് വെച്ചാൽ സാലറിയുടെ കാര്യം അവിടെ പോയി ചോദിക്കരുത് കേട്ടോ. സാലറിയുടെ കാര്യവും ചോദിക്കരുത്, നോ എന്ന് നിങ്ങൾ പോയി പറയരുത്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുക ടീമിൽ എത്ര പേരുണ്ട്, എന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയായിരിക്കും, അങ്ങനെ വേണം നിങ്ങൾ പറയാനായിട്ട്. ഓക്കെ. വാട്ട് ആർ ദ ഡേ ടു ഡേ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദിസ് പൊസിഷൻ? ഹൗ മെനി പീപ്പിൾ ആർ ദർ ഇൻ ടീം ഐ വുഡ് ബി എ പാർട്ട് ഓഫ്? ഞാനുള്ള ടീമിൽ എത്ര പേരുണ്ട്, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കും മെയിൻലി എനിക്ക് വരിക? ഇങ്ങനത്തെ ചോദ്യമായിരിക്കണം ചോദിക്കാനായിട്ട്. അവിടെ പോയിട്ട് ഒരിക്കലും സാലറി എത്രയാണ്, ഓഫർ ഉണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പോയി ചോദിക്കരുത്. അതുപോലെ ഞങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് പറഞ്ഞാൽ നോ എന്നും പറയാൻ പാടില്ല. ഓക്കെ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത്രയും ആൻസർ പറഞ്ഞു കഴിഞ്ഞിട്ട് അവര് പറയും ഞങ്ങൾ അറിയിക്കാം എന്ന് നിങ്ങളുടെ അടുത്ത് പറയും. ഓക്കെ ഫൈൻ, നിങ്ങൾ അറിയിച്ചോളാം എന്ന് പറയും. അപ്പൊ നിങ്ങൾ പറയേണ്ടത് താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി എന്ന് വീണ്ടും പറയുക കൺക്ലൂഡ് ചെയ്യുമ്പോൾ. താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് മീ ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി എന്നും പറഞ്ഞിട്ട് ഒരിക്കലും ചെയർ വലിക്കുമ്പോ ഇങ്ങനെ സൗണ്ട് വെച്ചിട്ടൊന്നും ചെയർ വലിച്ചെടുക്കരുത്. പതുക്കെ ഇറങ്ങി അങ്ങ് പോവുക. ഒന്നും തട്ടിമറിച്ചോ ഒന്നും ഇടരുത്, സാവധാനം നടന്നു പോവുക. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് ഒരു ഇന്റർവ്യൂവിന് ഫേസ് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ അല്ലയോ? ബോറടിച്ചോ? ബോറടിച്ചോ? ഓക്കെ. എന്തായാലും ഒരു ക്ലാസ്സും കൂടിയല്ലേ ഉള്ളൂ, നാളെയും കൂടെ നിങ്ങൾക്ക് എന്നെ സഹിച്ചാൽ മതി. ഓക്കെ. അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂ ഫേസ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പൊ ഇതൊന്നും മസ്റ്റ് ആയിട്ട് നോക്കുക കേട്ടോ. ജോലിക്ക് പോകുന്നവരാണ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആണെങ്കിലൊക്കെ ഈ ഒരു രീതിയിൽ തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ ഫൈൻ. അപ്പൊ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? നാളെ നമ്മുടെ ലാസ്റ്റ് സെഷൻ ആണ് കേട്ടോ. നമ്മുടെ ഫ്രീ ക്ലാസ് കഴിയാൻ പോവാണ്. നാളെയാണ് നമ്മുടെ ലാസ്റ്റ് സെഷൻ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും മാക്സിമം നാളെ ഒന്ന് കാണുക, ഒന്ന് കണ്ടിട്ട് പോയല്ലോ എല്ലാവരും ഒന്ന് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നാളെ നമ്മൾ ഡെയിലി പറയുന്ന കുറച്ച് ഡെയിലി യൂസ് സെന്റൻസസ് ആയിരിക്കും പറയാൻ പോകുന്നത്. ഓക്കെ. നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും, കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ട് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയായിരിക്കും ചെയ്യുന്നത്. ഓക്കെ. സോ എന്നാ വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. അപ്പൊ നാളെ കാണാം. ഗുഡ് നൈറ്റ് ഓൾ. താങ്ക് യു.